റെയിൽവേ അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് ടെക്നീഷ്യൻ CBT2ൻ്റെ അടുത്തൊരു വീഡിയോ ആണ്. ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ ഇതുവരെയുള്ള വീഡിയോസ് ഒരു പ്ലേലിസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ വീഡിയോ, ബേസിക് ഇലക്ട്രിസിറ്റിയിലെ മൂന്നാമത്തെ വീഡിയോ. അപ്പോൾ രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞ കുറച്ച് തിയറിയായി ബന്ധപ്പെട്ട് ആ റിലേഷൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻസാണ് ആദ്യം നോക്കുന്നത്. കഴിഞ്ഞ വീഡിയോൻ്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, എ വയർ ഓഫ് ലെങ്ത്ത് L, ഒരു വയറിൻ്റെ ലെങ്ത്ത് L, മെയ്ഡ് ഓഫ് മെറ്റീരിയൽ റെസിസ്റ്റിവിറ്റി, റോ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റീൻ്റെ യൂണിറ്റാണ്, റോ, ഈസ് കട്ട് ഇൻ ടു 2 ഈക്വൽ പാർട്സ്, ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദ 2 പാർട്സ് ആർ ഈക്വൽ ടു O. അപ്പോൾ ഇത് ഒരു കൺസെപ്ച്വൽ ക്വസ്റ്റ്യനാണ്. ഇവിടെ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ഒന്നും കൂടെ നോക്കാം. ഒരു വയർ, അതിൻ്റെ ലെങ്ത്തും റെസിസ്റ്റിവിറ്റിയും ഒക്കെ തന്നിട്ടുണ്ട്. ഇവിടെ പറയുന്നത് ആ വയറിനെ 2 പീസാക്കി കട്ട് ചെയ്തു, 2 ചെറിയ പീസ്, പകുതിയുള്ള 2 പീസായി കട്ട് ചെയ്തു. ഇതിൻ്റെ റെസിസ്റ്റിവിറ്റി റോ ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ അറിയേണ്ട കൺസെപ്റ്റ് എന്തെന്ന് പറഞ്ഞാൽ, എന്താണ് റെസിസ്റ്റിവിറ്റി? റെസിസ്റ്റിവിറ്റി ഒരു മെറ്റീരിയലിന് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. ഒരു വയറിൻ്റെ ലെങ്ത്തിനും ക്രോസ് സെക്ഷനിൽ ഏരിയക്കും അനുസരിച്ച് മാറുന്നത് അതിൻ്റെ റെസിസ്റ്റൻസ് ആണ്. അതായത് അതിൻ്റെ പ്രതിരോധം, റെസിസ്റ്റൻസ് ആണ് അതിൻ്റെ ലെങ്ത്തിനും വയറിനൊക്കെ അനുസരിച്ച് മാറുന്നത്. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സിൽവർ വയർ, ആ സിൽവർ എന്ന് പറയുന്ന മെറ്റീരിയലിൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് ഈ റെസിസ്റ്റിവിറ്റി. അപ്പോൾ ആ മെറ്റീരിയലിൻ്റെ ഒരു സവിശേഷതയാണ് അതിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ നീളം പകുതിയാക്കിയാലോ ക്രോസ് സെക്ഷനിൽ ഏരിയ കുറഞ്ഞാലോ ഒന്നും റെസിസ്റ്റിവിറ്റി മാറില്ല. അപ്പോൾ അതൊരു കൺസെപ്ച്വൽ ക്വസ്റ്റ്യനാണ്. റെസിസ്റ്റിവിറ്റി ഓരോ മെറ്റീരിയലിനും കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്. സിൽവറിന് ഒരു റെസിസ്റ്റിവിറ്റി വാല്യൂ ഉണ്ടാവും, അതുപോലെ കോപ്പറിന് ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവും. അപ്പോൾ എന്തല്ല, അത് ലെങ്ത്തിനനുസരിച്ച് മാറില്ല. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഹാഫ് ചെയ്താൽ റെസിസ്റ്റിവിറ്റി സെയിം ആയിരിക്കും. രണ്ടിൻ്റെയും റെസിസ്റ്റിവിറ്റി റോ തന്നെയായിരിക്കും. സിമ്പിൾ ക്വസ്റ്റ്യനാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ ബാറ്ററി ഓഫ് 10 വോൾട്ട്. അപ്പോൾ ആദ്യം എന്ത് തന്നിട്ടുണ്ട്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് V തന്നിട്ടുണ്ട്. ക്യാരീസ് 20,000 കൂളംബ് ഓഫ് ചാർജ്. അപ്പോൾ ഇവിടെ കൂളമ്പിൽ തന്നത് ചാർജ് 20,000. ഇവിടെ ചാർജിന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യൽ Q. ത്രൂ എ റെസിസ്റ്റൻസ് ഓഫ് 20 ഓം. അപ്പോൾ ഓം തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ്. ദ വർക്ക് ഡൺ ഇൻ 10 സെക്കൻഡ് ഈസ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഈ വർക്ക് ഡൺ കണ്ടുപിടിക്കലാണ് ക്വസ്റ്റ്യൻ. ടൈം തന്നിട്ടുണ്ട്, ടൈം T 10 സെക്കൻഡ്. ഒന്നും കൂടെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ, ഒരു ബാറ്ററി, അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസും ചാർജും തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസും. അത് ഉപയോഗിച്ച് വർക്ക് ഡൺ കണ്ടുപിടിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ വർക്ക് ഡണ്ണാണ്. അപ്പോൾ ആദ്യം ഇങ്ങനെ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ നമുക്ക് ഇത് തമ്മിൽ പരസ്പരം റിലേറ്റ് ചെയ്യാൻ പറ്റുമോ, എങ്ങനെയെങ്കിലും ഇത് തമ്മിലുള്ള ഒരു കണക്ഷൻ എവിടെയോ കിട്ടുമോ നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് എന്താ, ചാർജ് തന്നിട്ടുണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ഓർമ്മ വരും? എന്താണ് ഒരു ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ? അപ്പോൾ എല്ലാത്തിൻ്റെയും റിലേഷൻ കാണാപ്പാടം പഠിക്കുന്നതിൽ നല്ലത് കൺസെപ്റ്റ് പഠിക്കുക. അപ്പോൾ ആദ്യം നമുക്കറിയാം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 പോയിന്റുകൾ തമ്മിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ വ്യത്യാസമാണ് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്ന V. അപ്പോൾ ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തായിരുന്നു അതിൻ്റെ തിയറി? ആ ഒരു ടെസ്റ്റ് ചാർജിനെ ആ ഒരു പോയിന്റിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന വർക്കാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വർക്ക് ഫോർ യൂണിറ്റ് ചാർജ്, അപ്പോൾ Q. ഇതായിരുന്നു ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനിഷനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദ വർക്ക് ഡൺ എന്തിന്? ഒരു യൂണിറ്റ് ചാർജിനെ ആ പോയിന്റിലേക്ക് എത്തിക്കാൻ. അപ്പോൾ V ഈക്വൽ ടു W/Q. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ചെയ്യാനുള്ള ആദ്യത്തെ റിലേഷൻ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ചാർജ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കാം. V തന്നിട്ടുണ്ട്, Qവും തന്നിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായി, W ഈക്വൽ ടു V ഇൻറ്റു Q. വർക്ക് ഈസ് ഈക്വൽ ടു എന്താണ്? 20,000 കൂളമ്പ് ഇൻറ്റു V എന്ന് പറയുന്നത് 10. അപ്പോൾ എന്തുണ്ട്? 20,000, 20,000 0 കൂടെ ഒന്നും കൂടെ എഴുതി കഴിഞ്ഞാൽ 2 ഇൻറ്റു 10 റേസ് ടു എത്ര പൂജ്യം ഉണ്ട്? 1 2 3 4 5 0, 10 റേസ് ടു 5. വർക്കിൻ്റെ യൂണിറ്റ് എന്താണ്? വർക്ക് ഒരു എനർജിയാണ്, അതിൻ്റെ യൂണിറ്റ് ജൂൾ. അപ്പോൾ ആൻസർ 2 ഇൻറ്റു 10 റേസ് ടു 5, ഓപ്ഷൻ 2. ഇത് 10 റേസ് ടു 1.
അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താണ് യൂസ് ചെയ്തത്? ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനിഷൻ ആണ് ഇവിടെ യൂസ് ചെയ്തത്. ഈ ഇക്വേഷനായിട്ടും പഠിക്കുക, അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നുള്ളതിൻ്റെ കൺസെപ്റ്റും പഠിക്കുക. അപ്പോൾ അങ്ങനെ പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ കൺസെപ്റ്റിൽ എളുപ്പം മനസ്സിലാവും. ഒരു പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ആ ഒരു ടെസ്റ്റ് ചാർജിനെ, ആ യൂണിറ്റ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ആ പോയിന്റിലേക്ക് എത്തിക്കാൻ എടുക്കുന്ന വർക്ക്, അതായിരുന്നു അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞത്. എന്ത് വർക്ക് ഉണ്ടായിരുന്നു? ഇപ്പോൾ ഒരു വലിയ ചാർജ് ഇവിടെ ഉണ്ടെങ്കിൽ ആ ചാർജിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റിൽ ആ ഒരു ഏരിയ ഉണ്ടാവും. ആ ഏരിയയിലേക്ക് വേറൊരു പോയിന്റ് കടന്നു വരുമ്പോൾ ഇത് ഒപ്പോസ് ചെയ്യും. ഈ ഫീൽഡിൻ്റെ അകത്തേക്ക് അത് ഒപ്പോസ് ചെയ്യും. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ നമ്മളൊരു എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരും. ബേസിക്കലി അതാണ് അതിൻ്റെ കൺസെപ്റ്റാണ് ഇപ്പോൾ പറഞ്ഞത്. ആ ചെയ്യേണ്ട വർക്കാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ വലിയൊരു ചാർജിനെ കൊണ്ടുവരണമെങ്കിൽ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. ചെറിയ ചാർജ് ആണെങ്കിൽ കുറച്ച് വർക്ക് ചെയ്താൽ മതി. അപ്പോൾ വർക്ക് പെർ ചാർജ്, അതാണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ബോയ് റെക്കോർഡ്സ് 4000 ജൂൾ ഓഫ് വർക്ക്. ജൂൾ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, എന്തെല്ലാമെന്ന് മാറ്റി എഴുതാം. വർക്ക് തന്നിട്ടുണ്ട്, ജൂൾ തന്നത് വർക്ക്. ഈസ് റിക്വയർഡ് ടു ട്രാൻസ്ഫർ 10 കൂളംബ്. കൂളംബിൽ തരുന്നത് ചാർജ് ക്യൂ ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് ഓഫ് എ റെസിസ്റ്റർ ഓഫ് 50 ഓം. ഇപ്പോൾ എന്ത് തന്നിട്ടുണ്ട്? ഓം തരുന്നത് റെസിസ്റ്റൻസ് R. ദ കറൻറ്റ് പാസിംഗ് ത്രൂ ഇറ്റ് ഈസ്. ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് I, കറൻറ്റ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ തന്നിട്ടുള്ള പോലെ തന്നെ അതേ ഇക്വേഷനും പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്റ്റെപ്പും കൂടെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ഒന്നും കൂടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. കൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഒരു റെസിസ്റ്റർ ഉണ്ട്, അതിൻ്റെ ഒരു പർട്ടിക്കുലർ റെസിസ്റ്റൻസ് വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ 4000 ജൂൾ വർക്ക് ഈസ് റിക്വയർഡ് ടു ട്രാൻസ്ഫർ 10 കൂളംബ് ഓഫ് ചാർജ്. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റ്സ് തമ്മിൽ 10 കൂളംബ് ചാർജ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി 4000 ജൂൾ വർക്ക് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും കൺസെപ്റ്റിലേക്ക്, ബേസിക്സിലേക്ക് പോയി കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വർക്ക് ഡൺ പെർ ചാർജ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? വർക്ക് തന്നിട്ടുണ്ട്, ചാർജ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് വാല്യൂവും വെച്ചിട്ട് V കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? V കിട്ടി. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് കറൻറ്റാണ്. അപ്പോൾ ഈ റെസിസ്റ്റൻസും വോൾട്ടേജും കറൻറ്റും തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. അതാണ് ഓംസ് ലോ. ഓംസ് ലോ എന്താ പറയുന്നത്? V = IR. V = IR ആണ് ഓംസ് ലോ. അപ്പോൾ ആദ്യം നമ്മൾ ഈ റിലേഷൻ യൂസ് ചെയ്തു. അടുത്തത് കറൻറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് റെസിസ്റ്റൻസും വോൾട്ടേജും നമുക്കറിയാം, അത് വെച്ചിട്ട് കറൻറ്റ് കണ്ടുപിടിക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ V = വർക്ക് 4000 ജൂള് ഡിവൈഡഡ് ബൈ ചാർജ് 10, വോൾട്ടേജ് കിട്ടി 400. ഓംസ് ലോ പ്രകാരം V = IR. അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ എഴുതണം, V = IR. അവിടെ നമുക്ക് വേണ്ടത് I ആണ്. അപ്പോൾ Rനെ റെസിപ്രോക്കലായി ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ I = V/R. ഈ ഒറ്റ റിലേഷൻ പഠിച്ചാൽ മതി. ഓംസ് ലോ = V = IR. അത് വെച്ചിട്ട് മൂന്നിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക. അപ്പോൾ I = നമുക്ക് വേണ്ടത് V/R. V തന്നിട്ടുണ്ട് 400. റെസിസ്റ്റൻസ് എന്നുള്ളത് 50 ഓം. ഇപ്പോൾ എന്തായി? 50, 100ൽ 2 തവണ 4 × 2 = 8. അപ്പോൾ ഇവിടെ കറൻറ്റിൻ്റെ യൂണിറ്റാണ് ആംബിയർ. അപ്പോൾ ആൻസർ കിട്ടി 8 ആംബിയർ. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. രണ്ട് പോയിന്റുകൾ ഇതിൽ ആൻസർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളൂ. ഒന്ന് ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനിഷൻ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ്. ഓംസ് ലോ V = IR. ഇതിൽ 1, 2, 3, 4, 5 കാര്യങ്ങളുണ്ട്. 4 എണ്ണത്തിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അടുത്തത് റെസിസ്റ്റൻസ് ഹൂസ് VI ഗ്രാഫ് ഈസ് ഗിവൺ ബിലോ. വോൾട്ടേജ്, കറൻറ്റ്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണ് ചോദിക്കുന്നത്? റെസിസ്റ്റൻസ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്.
അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ വി ഐ ഗ്രാഫ് എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ് ആക്സിസിൽ വോൾട്ടേജും ഇവിടെ വോൾട്ടേജും എക്സ് ആക്സിസിൽ കറണ്ടും തന്നിട്ടുണ്ട്. ഓരോ പോയിന്റിലും ഇപ്പോൾ ഒരു മെറ്റീരിയൽ എടുത്തു, അതിലെ പാസ് ചെയ്യുന്ന കറണ്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ അതിന് കണക്കായിട്ട് വോൾട്ടേജ് എത്ര ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതൊരു ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ അത് ഇങ്ങനൊരു ലൈനാണ് എക്സ്പെരിമെൻറ്റിൽ കിട്ടുന്നത്. ആ കിട്ടുന്ന ഗ്രാഫിനെയാണ് വി ഐ ഗ്രാഫ് എന്ന് പറയും. ഇവിടെ ചോദിക്കുന്നത് അതിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ്. ഈ ആറും വിയും ഐയും തമ്മിലുള്ള നമുക്കറിയുന്ന ആകെ റിലേഷൻ ഓംസ് ലോ വി ഈക്വൽ ടു ഐ ആർ. ഇതാണ് നമുക്കാകെ അറിയുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്, ഒരു ഗ്രാഫാണ് തന്നിട്ടുള്ളത്. അതിൽ ഓരോ പോയിന്റ് ഇപ്പോൾ 3 വാല്യൂ ഉണ്ട്. അപ്പോൾ ഇവിടെ പിൻ്റെ അർത്ഥം എന്താ, ഈ ഒരു പോയിന്റിലെ വോൾട്ടേജ് 3ഉം കറണ്ട് 5ഉമാണ്. ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിലെ വോൾട്ടേജ് 6ഉം കറണ്ട് 10ഉമാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് റെസിസ്റ്റൻസ് ആണ്. ഈ റിലേഷനിൽ ആറിൻ്റെ വാല്യൂ എഴുതിക്കൂടെ, ആർ ഈക്വൽ ടു ഐനെ അപ്പുറം കൊണ്ടുപോയി കഴിഞ്ഞാൽ വി ബൈ ഐ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഏതെങ്കിലും ഒരു പോയിന്റിലെ വി ബൈ ഐ കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു പോയിന്റിലെ വോൾട്ടേജ് എത്രയാണ്, 6, ഡിനോമിനേറ്റർ ഐ ആണ്. ഈ പോയിന്റിൽ ഐ 10 ഈക്വൽ ടു 6/10. 6/10 എന്ന് പറഞ്ഞാൽ 3/5. അതാണ് ആൻസർ. അപ്പോൾ ഇവിടുന്ന് വേറൊരു പ്രോബ്ലം ചെയ്യാൻ ഇത് മതി. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഒരു വി ഐ ഗ്രാഫിൻ്റെ റെസിസ്റ്റൻസ് എന്താണ്. അതായത് ഒരു ഗ്രാഫിൻ്റെ സ്ലോപ്പ്, ഇതിൻ്റെ സ്ലോപ്പ് എന്താണ്, ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഈ വാല്യൂ ആണ് വോൾട്ടേജ്, ഇവിടെയാണ് കറണ്ട്. അപ്പോൾ ഈ വി ഐ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, റെസിസ്റ്റൻസിനെയാണ്. വി ബൈ ഐ എന്ന് പറഞ്ഞാലാണ് ഇതിൻ്റെ സ്ലോപ്പ്, അത് എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, റെസിസ്റ്റൻസിനെയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, 5ാമത്തെ ഒരു ക്വസ്റ്റ്യൻ. എ കറണ്ട് ഓഫ് 1 ആംപിയർ ഈസ് ഡ്രോൺ ബൈ എ ഫിലമെൻറ്റ് ഓഫ് ആൻ ഇലക്ട്രിക് ബൾബ്. അപ്പോൾ ആദ്യം കറണ്ട് തന്നിട്ടുണ്ട് ഐ. ഡ്രോൺ ബൈ എ ഫിലമെൻറ്റ് ഓഫ് ആൻ ഇലക്ട്രിക് ബൾബ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പാസിംഗ് ത്രൂ എ ക്രോസ് സെക്ഷൻ ഓഫ് ദ ഫിലമെൻറ്റ് ഇൻ 16 seconds വുഡ് ബി റഫ്ലി. അപ്പോൾ ഇത് കാണുമ്പം കുറച്ച് വാല്യൂ തന്നിട്ടുള്ളൂ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ തന്നെ. ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ഫിലമെൻറ്റ് ബൾബ്, സാധാ ഒരു ഇലക്ട്രിക് ബൾബ്. ആ ഫിലമെൻറ്റ് ഇപ്പോൾ നമുക്ക് ഇതാണ് ആ ബൾബിൻ്റെ ഫിലമെൻറ്റ് എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ ഒരു ക്രോസ് സെക്ഷൻ പറഞ്ഞിട്ടുണ്ട്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പാസിംഗ് ത്രൂ എ ക്രോസ് സെക്ഷൻ. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ക്രോസ് സെക്ഷൻ വിചാരിക്കുക. ഇതിപ്പോൾ എന്താണ്, ആ ഒരു ഫിലമെൻറ്റിൻ്റെ ഒരു പ്ലെയിനാണെന്ന് വിചാരിക്കുക. ഒരു പ്ലെയിൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒരു 16 സെക്കൻഡിൽ ഇതിലേക്കൂടെ എത്ര ഇലക്ട്രോൺസ് പാസ് ചെയ്യുന്ന ചോദിക്കും. അപ്പോൾ ഇവിടുത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ഒരു ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഈ ഒരു വയറിലെ ഈ ഒരു പോയിന്റിലെ ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിലേക്കൂടെ ഒരു സെക്കൻഡ് കൊണ്ട് എത്ര ചാർജ് പോകുന്നു എന്നുള്ളതാണ്. അതായത് ഒരു കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക് ഡെഫിനിഷൻ തന്നെ എന്താ, ഇപ്പോൾ നമ്മളൊരു വയറിലേക്കൂടെ ഇത്ര ആംപിയർ കറണ്ട് പോയി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു സെക്കൻഡിലേക്കൂടെ ഇത്ര ചാർജ്, ഒരു സെക്കൻഡിലേക്കൂടെ ആ പോയിന്റിലേക്കൂടെ എത്ര ചാർജ് കടന്നു, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്, അതല്ലേ ഉദ്ദേശിക്കുന്നത്. കറണ്ട് എന്ന് പറയുന്നത് ആ ഫ്ലോ ഓഫ് ചാർജ്. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത് 1 ആംപിയർ കറണ്ട് എന്നാണ്. അപ്പോൾ ഇവിടുന്ന് എന്ത് മനസ്സിലാക്കുക, ഐ ഈക്വൽ ടു ക്യൂ ബൈ ടി. അതായത് 1 ആംപിയർ കറണ്ട് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ കൂളംബ് ചാർജ് ഒരു സെക്കൻഡിൽ എത്ര കൂളംബ് ചാർജ് കടന്നു പോകുന്നു എന്നുള്ളതാണ്. ഐ ഈക്വൽ ടു ക്യൂ ബൈ ടി. ക്യൂ ഈക്വൽ ടു എന്ത് ചെയ്യുക, ഈ ടീനപ്പുറം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഐ ടി. അപ്പോൾ ഇവിടെ ചാർജിൻ്റെ റിലേഷൻ കിട്ടി, ഐ ടി എന്നുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഐന് എത്രയാണ് കൊടുത്തിട്ടുള്ളത്, 1 ആംപിയർ. ടി 16 സെക്കൻഡ്, 1 × 16. 1 × 16 എന്ന് പറയുമ്പോൾ 16 കൂളംബ്. അപ്പോൾ 16 സെക്കൻഡ് കൊണ്ട് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ക്രോസ് സെക്ഷനിലേക്കൂടെ 16 കൂളംബ് ചാർജ് കടന്നു പോകുന്നു എന്നാണ് പറഞ്ഞത്.
അപ്പോൾ ഇത് ക്ലിയർ ആവണം. ആദ്യം ഇത് ക്ലിയർ ആവണമെങ്കിൽ ഈ കറണ്ടിൻ്റെ ഇലക്ട്രിക് കറണ്ട് എന്താണ്, ഒരു ചാർജ് എന്താണ് എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാവണം. ഇത് ഒരു ചെറിയ കൺസെപ്റ്റ് മനസ്സിലായി കിട്ടുന്നില്ല. അപ്പോൾ ഒന്നുകൂടെ വേണം പറയാം. ഈ ഇലക്ട്രിക് കറണ്ട് നമ്മൾ സാധാരണ വീട്ടിലേക്കൂടെ എല്ലാം വയറിലേക്കൂടെ ഒരു 1 ആംപിയർ കറണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു ചാർജ്, എത്ര കൂളംബ് ചാർജ് അതിലൂടെ ഒരു സെക്കൻഡിലേക്കൂടെ കടന്നു പോകുന്നുള്ള അളവാണ് ഈ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. കറണ്ട് ഈക്വൽ ടു ചാർജ് ബൈ ടൈം, കൂളം പെർ സെക്കൻഡ്, അതാണ് ആംപിയർ. അപ്പോൾ ഇവിടുന്ന് ക്യൂവിൻ്റെ ഒരു ഇക്വേഷൻ എഴുതി, ക്യൂ ഈക്വൽ ടു ഐ ഇൻറ്റു ടി. ക്വസ്റ്റ്യനിൽ ഐ തന്നിട്ടുണ്ട് 1 ആംപിയർ, ടൈം തന്നിട്ടുണ്ട് 16 സെക്കൻഡ്സ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്രോസ് സെക്ഷനിലേക്കൂടെ 16 കൂളംബ് ചാർജ് ഒരു ഇത്ര ഇവരെ ക്വസ്റ്റ്യനിൽ തന്ന സെക്കൻഡിലേക്കൂടെ കടന്നു പോകും. ക്വസ്റ്റ്യൻ അതല്ല, ക്വസ്റ്റ്യൻ അതിൽ എത്ര ഇലക്ട്രോൺസ് പാസ് ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വിചാരിക്കാം. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് 1 കൂളംബാന്ന് വിചാരിക്കും. 1 കൂളംബല്ല, 1 കൂളംബാണെന്ന് വിചാരിക്കും. അപ്പോൾ എത്ര ഇലക്ട്രോൺസ് പാസ് ചെയ്യണം? 16 കൂളംബ് ചാർജ് പാസ് ചെയ്തു. ഒരു ഇലക്ട്രോണിന് 1 കൂളംബായിരുന്നുവെങ്കിൽ അങ്ങനത്തെ 16 എണ്ണം ഉണ്ടാവണം. എക്സാമ്പിൾ, ഇനിയിപ്പോൾ 2 കൂളംബാണ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എങ്കിൽ എത്രയാവും? 8 ഇലക്ട്രോൺ പാസ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് നമുക്കറിയണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 16 കൂളംബ് ആവാൻ എത്ര ഇലക്ട്രോൺസ് വേണമെന്ന് മനസ്സിലായാൽ മതിയല്ല. അതായത് ഒരു ഇലക്ട്രോണിന് 2 കൂളംബ് ആയിരുന്നു ചാർജെങ്കിൽ 8 ഇലക്ട്രോൺസ് വേണം. 8 × 2 ആണ് 16. അപ്പോൾ ഇവിടെ നമുക്ക് അറിയേണ്ടത് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണെന്നുണ്ട്. അത് 1.6 × 10⁻⁻⁹ എന്നുള്ളതാണ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ്. ഇത് വെച്ചിട്ടാണ് ഇതറിയാത്ത ആൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ 16 കൂളംബ് ചാർജ് കടന്നുപോയി, ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് 1.6 × 10⁻⁹ കൂളംബാന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 കിട്ടിയതുപോലെ 16 ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവുമെന്ന് മനസ്സിലാവും. അതായത് n ഇലക്ട്രോൺ ഉണ്ട്, n × ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് 1.6 × 10⁻⁻⁹ ഈക്വൽ ടു എന്ത്? നമുക്ക് ടോട്ടൽ അതിലെ പാസ് ചെയ്തതായി കിട്ടിയ ചാർജ് 16. ഇത് സോൾവ് ചെയ്യുക, n കണ്ടുപിടിക്കുക. ഇനിയിപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ ചിലയാൾക്ക് ഇത് വെട്ടാനും ചില ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക? വളരെ ബേസിക് ആയിട്ട് ചെയ്യുക. ഈ 1.6നെ എന്ത് ചെയ്യുക? 16/10 എന്നാക്കുക. 1.6നെ 16/10 എന്നാക്കാം. 16/10, 16ഉം 16ഉം കട്ട് ചെയ്ത് പോയി. 10⁻⁻⁹ അതും കൺഫ്യൂഷനിലേക്ക് എന്ത് ചെയ്യുക? കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. 10⁻⁻⁹ എന്ത് ചെയ്യുക? 1/10⁻⁹ എന്നാക്കാം. 1/10⁻⁹. അപ്പോൾ ഇത് വെട്ടിപ്പോയി, ഇത് വെട്ടിപ്പോയി. 10⁻⁹ × 10 പവർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആഡ് ചെയ്യപ്പെടും. 10⁻⁴ × 10⁻⁹ എന്ന് പറഞ്ഞാൽ 10⁻20. അത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ 10⁻20 എന്നാവും. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ടു 10⁻20. അതായത് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ആൻസർ കിട്ടി നമുക്ക് 10⁻20. അപ്പോൾ എന്താണ് 10⁻20? അപ്പോൾ ഇവിടെ എന്താ ചെയ്തെന്ന് ഒന്നും കൂടെ നോക്കാവാണെങ്കിൽ, ഒരു ബൾബ്, ആ ബൾബിൻ്റെ ഫിലമെൻറ്റിലേക്കൂടെ 1 ആംപിയർ കറണ്ട് പാസ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ അത്രേ തന്നിട്ടുള്ളൂ. അങ്ങനെ പാസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ബൾബിലേക്കൂടെ ഒരു 1 ആംപിയർ കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 16 സെക്കൻഡിൽ അതിലേക്കൂടെ ഒരു ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്. അതിലേക്കൂടെ എത്ര ഇലക്ട്രോൺസ് പാസ് ചെയ്യുന്നത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ അതിന് യൂസ് ചെയ്ത 2 കാര്യങ്ങൾ, ഒന്ന് ചാർജ് പെർ ടൈം എന്താണ്, ഒരു ചാർജ് ഒരു ക്രോസ് സെക്ഷൻ ഏരിയയിൽ കൂടെ ആ ഒരു പോയിന്റിലേക്കൂടെ പാസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ടൈമിൽ പാസ് ചെയ്യുന്ന ചാർജാണ് ഇലക്ട്രിക് കറണ്ട്. ആ റിലേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ചാർജ് എത്ര, ടോട്ടൽ ചാർജ് കണ്ടുപിടിച്ചു. 16 സെക്കൻഡിലെ 1 ആംപിയർ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടോട്ടൽ ചാർജ് കണ്ടുപിടിച്ചു 16 കൂളംബ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ 16 സെക്കൻഡിൽ ഇത്ര ചാർജാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് ഈ തന്നിട്ടുള്ളതാണ്. ഇത് കാണാപ്പാടം പഠിക്കേണ്ടതാണ്. 1.6 × 10⁻⁻⁹. അപ്പോൾ ടോട്ടൽ ഇത്ര, ഒന്നിന് ഇത്ര. അപ്പോൾ ആകെ എത്ര എണ്ണം ഉണ്ടായിരുന്നു? n ഈക്വൽ ടു ടോട്ടൽ ബൈ ഒന്നിൻ്റെ ചാർജ് ഈക്വൽ ടു 10⁻20. ഈ 1.6/16 ചെയ്യുമ്പോൾ ഉള്ളൊരു ചെറിയ കൺഫ്യൂഷൻ ഒഴിപ്പിച്ച് കഴിഞ്ഞാൽ എളുപ്പമായി. അപ്പോൾ 2 കാര്യങ്ങൾ, ഇലക്ട്രോണിൻ്റെ ചാർജ് കാണാപ്പാടം പഠിക്കണം, ചാർജ് പെർ ടൈം എന്നുള്ളത് കറണ്ട് ആണെന്ന് അറിയണം. അടുത്തത്, എ സിലിണ്ട്രിക്കൽ കണ്ടക്ടർ ഓഫ് ലെങ്ത് L
ആറാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. എ സിലിണ്ടറിക്കൽ കണ്ടക്ടർ ഓഫ് ലെങ്ത് L ആൻഡ് യൂണിഫോം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A and uniform area of cross section A has resistance R, another conductor of length 2L and resistance R of the same material has area of cross section. Okay, resistance same. Okay, അപ്പോൾ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഒന്നും കൂടെ നോക്കാം. ഒരു സിലിണ്ടറിക്കൽ കണ്ടക്ടർ ഓഫ് ലെങ്ത്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ആദ്യം ഒരു കണ്ടക്ടർ വരക്കാം. അതിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് L, അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A എന്ന് തന്നിട്ടുണ്ട്, ലെങ്ത് L-ഉം, അതിൻ്റെ റെസിസ്റ്റൻസ് R ആണെന്ന് തന്നിട്ടുണ്ട്. അടുത്ത വേറൊരു കണ്ടക്ടറിൻ്റെ കാര്യം കൂടെ ഇവിടെ പറയാം. അനദർ കണ്ടക്ടർ ഓഫ് ലെങ്ത് 2L. അപ്പോൾ ഇതെല്ലാണെങ്കിൽ നമുക്ക് ഏകദേശം 2L ഇത്ര പോലെ വരക്കാം. അപ്പോൾ കുറച്ചും കൂടെ നീളം കൂടുതൽ, മറ്റേതിനേക്കാൾ ഇതല്ല, ഇത് 2L ലെങ്ത് ഉള്ള അടുത്തൊരു കണ്ടക്ടറിൻ്റെ കാര്യം പറയാം. അനദർ കണ്ടക്ടർ ഓഫ് ലെങ്ത് 2L ആൻഡ് റെസിസ്റ്റൻസ് R. അപ്പോൾ ഇവിടെ എന്തുണ്ട്, രണ്ടിൻ്റെ റെസിസ്റ്റൻസ് സെയിമാണ്, R ഓഫ് ദ സെയിം മെറ്റീരിയൽ ഹാസ് ക്രോസ് സെക്ഷൻ. അപ്പോൾ ലെങ്ത് കൂടി റെസിസ്റ്റൻസ് സെയിം ആണെങ്കിൽ എന്തായി, ഈ വരച്ച കുറച്ച് തെറ്റിപ്പോയി, ഈ ഏരിയ കുറച്ച് ചെറുതായിരിക്കും, ലോജിക്കലി ഏരിയ കുറച്ച് ചെറുതായിരിക്കും. നോക്കാം, അല്ല ഏരിയ കുറയൂല, ശരിയാണ്, റിവേഴ്സ് അല്ലേ. ഓക്കെ, അങ്ങനെയല്ല, ഇവിടെ നോക്കാം, അത് നോക്കണ്ട. L ഇത് 2L, R സെയിം, ഏരിയ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഇത് എക്ക് പകരം A ഡാഷ് എന്ന് കൊടുക്കാം, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് A ഡാഷാണ്. അപ്പോൾ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാനുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. നമുക്കറിയുന്ന റിലേഷൻ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതി, പിന്നെ നമുക്കറിയുന്ന റിലേഷൻ, റെസിസ്റ്റൻസ് R ഈക്വൽ ടു റോ L/A. റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി, L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് കണ്ടക്ടർ, A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇതാണ് നമുക്കറിയുന്ന ഇക്വേഷൻ. ഇത് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞായിരുന്നു. റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമില്ല, സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. ഒരു കണ്ടക്ടറിൻ്റെ ലെങ്ത്ത് കൂടുമ്പോൾ എന്ത് ചെയ്യും, അതിലെ റെസിസ്റ്റൻസ് കൂടും. ഒരു കണ്ടക്ടറിൻ്റെ, അതിപ്പോൾ ഒരു ചെറിയ വഴിയിലേക്കൂടെ ആൾക്കാർ നടക്കുന്നതായിട്ട് ആലോചിച്ചാൽ മതി. കുറേ ദൂരം ഒരു ടണലിലേക്കൂടെ നടക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താ, ഈ റെസിസ്റ്റൻസ് കൂടുതലാണ്. അപ്പോൾ ലെങ്ത്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. ഇനിയിപ്പോൾ കുറച്ച് നല്ല വലിയ ഏരിയ ഉള്ളതിലേക്കൂടെ നടക്കുന്നതിന് കുഴപ്പമില്ല. നേരെ കുറച്ച് ഏരിയ കുറയുന്നതിന് കണക്കായിട്ട് റെസിസ്റ്റൻസ് കൂടും, നേരെ ഇൻവേഴ്സ്. അപ്പോൾ അതുകൊണ്ട് A അടിയിൽ. അപ്പോൾ ഇതിങ്ങനെ ഒരു കൺസെപ്റ്റിൽ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ട, ഈ കൺഫ്യൂഷനായിട്ട് ഇത് ഓർമ്മിച്ച് വെക്കണ്ട. R ഈക്വൽ ടു റോ L/A. അപ്പോൾ ഇവിടെ ആദ്യത്തെ കണ്ടീഷനിലെയും രണ്ടാമത്തെ സിറ്റുവേഷനിലെയും റെസിസ്റ്റൻസ് സെയിം ആണ്. അപ്പോൾ ഈ റോ L/A എന്നുള്ളത് നമുക്ക് രണ്ടിനും ഇക്വേറ്റ് ചെയ്യാം. രണ്ടും ഒരേ മെറ്റീരിയലാണ്, റോ അതുകൊണ്ട് സെയിം ആയിരിക്കും. ഇവിടെ എഴുതാം, ആദ്യത്തെ കണ്ടീഷനിൽ റോ, ആദ്യത്തെ ലെങ്ത്ത് L ഡിവൈഡഡ് ബൈ A, ഇതിൻ്റെ ക്രോസ് സെക്ഷനിൽ ഏരിയ A ഫസ്റ്റത്തെ കേസിൽ. ഇനി ഇതിൻ്റെ റെസിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് ഇതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ഭാഗം അപ്പുറത്തതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് റോ, ഇവിടുത്തെ ലെങ്ത്ത് L അല്ല 2L, ഇവിടുത്തെ ലെങ്ത്ത് ആണ് 2L. ക്രോസ് സെക്ഷനിൽ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് A ഡാഷ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ എന്തായി, റോയും കട്ടായി, എല്ലും കട്ടായി, 2 എന്ന് കിട്ടി. ഇനിയിപ്പോൾ ഈ Aന അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ A ഡാഷ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു, ഇവിടെ എന്താ ബാക്കിയിൽ, റോയിലും പോയി, ഈ റോയിലും പോയി, ഈ A ബാക്കിയുണ്ട്. Aന ഇപ്പുറത്തെ ന്യൂമറേറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ 2A എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ കിട്ടി, A ഡാഷ് പുതിയ റെസിസ്റ്റൻസ് ഈക്വൽ ടു 2A. അപ്പോൾ ആൻസർ C 2A. അപ്പോൾ ഇവിടെ എന്താണ് വന്നിട്ടില്ലെന്ന് നോക്കി കഴിഞ്ഞാൽ, ഒന്നും കൂടെ നോക്കാൻ, ഒരു കണ്ടക്ടർ തന്നു, അതിൻ്റെ ലെങ്ത്ത് തന്നു, വേറെ അതേ മെറ്റീരിയലിൻ്റെ വേറൊരു കണ്ടക്ടറിൻ്റെ ലെങ്ത്ത് ഡബിൾ ചെയ്തു. അപ്പോൾ റെസിസ്റ്റൻസ് സെയിം ചെയ്യാൻ, അപ്പോൾ ഇവിടെ സിമ്പിളി ആലോചിച്ചാൽ മതി, ഈ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു L/A എന്നാണ്. അപ്പോൾ R സെയിം ആവാൻ L ഡബിൾ ചെയ്താൽ ഏരിയ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, Aയും ഡബിൾ ചെയ്യണം. അതാണ് ലോജിക്ക്. ഇത് ശരിക്കും ഇങ്ങനെ ചെയ്യണമെന്നില്ല. ഈ കൺസെപ്റ്റ് അറിയെങ്കിൽ ഈ റിലേഷൻ, ഈ R ഈക്വൽ ടു റോ L/A എന്ന് പറയുമ്പോൾ റോ കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഈസ് R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L/A. അപ്പോൾ L ഡബിൾ ആയാൽ R കോൺസ്റ്റൻ്റ് ആവാൻ വേണ്ടിയിട്ട്
അതിനെ ക്യാൻസൽ ചെയ്യാൻ എയും ഡബിൾ ചെയ്യണം. അപ്പോൾ 2ഉം 2ഉം ക്യാൻസൽ ആയി പോയി റെസിസ്റ്റൻസ് സെയിം ആവും. അപ്പോൾ ഒറ്റയടിക്ക് ഒറ്റ വരിയിൽ തന്നെ അത് എഴുതാം, 2a എന്നുള്ളത് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കണ്ടുപിടിച്ചാലും മതി. അടുത്തത് റെസിസ്റ്റിവിറ്റി ഡസ് നോട്ട് ചേഞ്ച്. ഒരു കണ്ടീഷൻ, 4 കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഓരോ കണ്ടീഷനും എന്താണെന്ന് നോക്കാം. ആദ്യത്തേത് ദ മെറ്റീരിയൽ ഈസ് ചേഞ്ച്ഡ്. അപ്പോൾ നമുക്ക് എന്താ അറിയാം, ഓരോ മെറ്റീരിയലിൻ്റെയും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഉണ്ടാവും റെസിസ്റ്റിവിറ്റിക്ക്. അപ്പോൾ ആ മെറ്റീരിയലിന് ഇപ്പോൾ സിൽവറിന് ഒരു റെസിസ്റ്റിവിറ്റി ആയിരിക്കും, കോപ്പറിന് വേറൊരു റെസിസ്റ്റിവിറ്റി ആയിരിക്കും. അപ്പോൾ ഓരോ മെറ്റീരിയൽ മാറുന്നതിന് കണക്കായിട്ട് അതിൻ്റെ റെസിസ്റ്റിവിറ്റി മാറും. അപ്പോൾ ഡസ് നോട്ടാ ചോദിക്കുന്നത്. അപ്പോൾ എന്തല്ല, മെറ്റീരിയൽ മാറുന്നതിന് കണക്കായി റെസിസ്റ്റിവിറ്റി മാറും. അതുകൊണ്ട് ഇതല്ല ഉത്തരം. അടുത്തത് ടെമ്പറേച്ചർ ഈസ് ചേഞ്ച്ഡ്. അപ്പോൾ ഇത് ഒരു കൺസെപ്റ്റ് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഓരോ മെറ്റീരിയലിനും ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തല്ല, നമ്മളൊരു അസ്യൂം ചെയ്യാൻ ഈ പ്രോസസ്സ് ഒരു ഇത്ര പർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ്, ഒരു റൂം ടെമ്പറേച്ചറിലാണ് നമ്മൾ ഈ പറയുന്ന വാല്യൂ ഒക്കെ വാലിഡ്. അപ്പോൾ അതുകൊണ്ട് ടെമ്പറേച്ചർ മാറി എന്ത് ചെയ്യും, ഓരോ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി മാറും. അപ്പോൾ ഡസ് ചേഞ്ച് ആണ്. അപ്പോൾ ഡസ് നോട്ട് ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇതല്ല. അടുത്തത് ദ ഷേപ്പ് ഓഫ് ദ റെസിസ്റ്റർ ഈസ് ചേഞ്ച്ഡ്. ഇല്ല, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മെറ്റീരിയലിൻ്റെ ലെങ്ത്ത് പകുതി കട്ട് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ റെസിസ്റ്റിവിറ്റി സെയിം ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തല്ല, ഷേപ്പ് മാറുന്നതിന് കണക്കായിട്ട് അതിൻ്റെ റെസിസ്റ്റിവിറ്റി ചേഞ്ച് ചെയ്യൂല. അപ്പോൾ ഡസ് നോട്ട് ചേഞ്ച് എന്ന് പറയുമ്പോൾ ആൻസർ സി. വെറുതെ 4ാമത്തെ ഇനി നോക്കേണ്ട ആവശ്യമില്ല, എന്നാലും നോക്കാം. ബോത്ത് മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ. അപ്പോൾ പറഞ്ഞു മെറ്റീരിയൽ മാറിയാലും റെസിസ്റ്റിവിറ്റി മാറൂല, ടെമ്പറേച്ചർ മാറിയാലും റെസിസ്റ്റിവിറ്റി മാറൂല. ടെമ്പറേച്ചർ മാറിയാലും റെസിസ്റ്റിവിറ്റി മാറൂല, കറക്റ്റാ. ഇവിടെ അതൊന്ന് ശ്രദ്ധിക്കണം, ടെമ്പറേച്ചർ മാറിയാലും റെസിസ്റ്റിവിറ്റി മാറൂല. അടുത്ത യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഒരു യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് ഓം. അതിൻ്റെ സിമ്പലാണ് ഇത്. ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ടോ ഒന്നും കൂടെ. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈ സെഡ് ടു ബി 1 ohm ഇഫ് ഓംസ് ലോ പ്രകാരം V ഈക്വൽ ടു IR. അവിടുന്ന് ആറിൻ്റെ റിലേഷൻ എഴുതി കഴിഞ്ഞാൽ R ഈക്വൽ ടു V/I. ഈക്വേഷൻ വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ യൂണിറ്റിനെ ഒന്ന് ഡിഫൈൻ ചെയ്തതാണ്. 1 വോൾട്ട് 1 ആംപിയർ കറണ്ട് ഉള്ള സമയത്തുള്ള റെസിസ്റ്റൻസ് ആണ് R. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് സെഡ് ടു ബി 1 ohm ഇഫ് എ കറണ്ട് ഓഫ് 1 ആംപിയർ flows through it when a potential difference of 1 volt is maintained. അടുത്തൊരു ചെറിയ പ്രോബ്ലം. ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ത്രൂ വിച്ച് എ കറണ്ട് ഓഫ് 2 ആംപിയർ. അപ്പോൾ അവിടെ എഴുതുക I. ക്വസ്റ്റ്യനിൽ I തന്നിട്ടുണ്ട്. വെൻ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് എൻഡ്സ് ഈസ് 30 volt. V തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്, കാൽക്കുലേറ്റ് ദ റെസിസ്റ്റൻസ്, R കണ്ടുപിടിക്കാൻ. സിമ്പിൾ. ഓംസ് ലോ പ്രകാരം V ഈക്വൽ ടു IR, R ഈക്വൽ ടു V/I. അപ്പോൾ ഇനി ഇത് V ഈക്വൽ ടു IR എന്ന് എഴുതാൻ പാടില്ല. അപ്പോൾ ഇത് ഒരിക്കൽ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് എഴുതാം V ഈക്വൽ ടു IR, R ഈക്വൽ ടു V/I. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും വോൾട്ടേജ് ബൈ കറൻറ്റ് 30/2 50. അപ്പോൾ ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഓംസ് ലോ പ്രകാരം R ഈക്വൽ ടു V/I, 30/2 ഈക്വൽ ടു 15 ohm. അടുത്ത നേരത്തെ പറഞ്ഞത് തന്നെ ഒരു ടോപ്പിക്കാണ്, എന്താണ് ഈ റെസിസ്റ്റിവിറ്റി എന്നുള്ളത്. നേരത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റെസിസ്റ്റിവിറ്റി വെച്ചിട്ടുള്ള റെസിസ്റ്റൻസിൻ്റെ റിലേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. R ഈക്വൽ ടു എന്തായിരുന്നു, R ഈക്വൽ ടു ρL/A. അപ്പോൾ അതിൽ ഈ റെസിസ്റ്റിവിറ്റി എന്താണെന്നുള്ളത് ഒന്നുകൂടെ പറയുന്നത്. Resistance of any conductor R is directly proportional to the length of conductor L. R proportional to L. ഒരു കണ്ടക്ടറിൻ്റെ ലെങ്ത് കൂടുന്നതിന് കണക്കായിട്ട് റെസിസ്റ്റൻസ് കൂടും. ആൻഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ക്രോസ് സെക്ഷണൽ ഏരിയ A. അത് ഇവിടെ രണ്ടാമത് പറഞ്ഞിട്ടുണ്ട്. ഒരു വയറിൻ്റെ ഒരു പർട്ടിക്കുലർ ലെങ്ത്തിൽ ക്രോസ് സെക്ഷണൽ ഏരിയ കൂടുന്നതിന് കണക്കായിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ ഇതിങ്ങനെ ഒരു ടണലിൽ നടക്കുന്നതായാലും ആലോചിച്ചാൽ മതി. ചെറിയ വീതി ക്രോസ് സെക്ഷനിൽ ഏരിയ കുറവാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും, ഓപ്പോസിറ്റ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു പ്രൊപ്പോർഷണാലിറ്റി റിലേഷൻ ഉണ്ടാക്കി, R പ്രൊപ്പോർഷണൽ ടു L/A. ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റൻറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, അതിനൊരു ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു കോൺസ്റ്റൻറ്റ് വെക്കണം. അപ്പോൾ അതാണ് റെസിസ്റ്റിവിറ്റി റോ. R ഈക്വൽ ടു ρL/A. ഈ റിലേഷൻ യൂസ് ചെയ്തിട്ട് റോൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. റോനെ ഇവിടെ നിർത്തി ബാക്കി എല്ലിനെയും എനെയും അപ്പുറത്ത് കൊണ്ടുപോയി. RA/L. റോ ഈക്വൽ ടു RA/L. R എന്താണ്, റെസിസ്റ്റൻസ്, A ക്രോസ് സെക്ഷണൽ ഏരിയ, L ലെങ്ത് ഓഫ് കണ്ടക്ടർ.
അടുത്തത് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി. ഇതന്നെ ഒന്നുകൂടെ അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നതാണ്. ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളതുപോലെ RA/L. Electrical resistivity of a material is defined as the resistance of a conductor of unit length. ഇപ്പോൾ A എന്ന് പറയുന്നത് 1ഉം L എന്ന് പറയുന്നത് 1ഉം, അതായത് ഒരു യൂണിറ്റ് ക്രോസ് സെക്ഷനും ഒരു യൂണിറ്റ് ലെങ്ത്തും ഉള്ള ഒരു റെസിസ്റ്റൻറ്റിൻ്റെ റെസിസ്റ്റൻസ് ആണ് റോ എന്ന് പറയുന്നത്. ജസ്റ്റ് സിമ്പിളായിട്ട്. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ യൂണിറ്റ് കണ്ടുപിടിച്ച് നോക്കാം. ഈ റെസിസ്റ്റിവിറ്റീൻ്റെ യൂണിറ്റ് കണ്ടുപിടിച്ച് നോക്കാം. ആറിൻ്റെ യൂണിറ്റ് ഓം. ഏരിയൻ്റെ RA/L ഏരിയൻ്റെ യൂണിറ്റ് എന്താ? SI യൂണിറ്റ് മീറ്റർ സ്ക്വയർ. ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ. അപ്പോൾ M സ്ക്വയറിൻ്റെ ഒരു M പോയി കഴിഞ്ഞാൽ ഓം മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ ഇവിടുന്ന് ഒരു സംഭവം കിട്ടി. റെസിസ്റ്റിവിറ്റീൻ്റെ യൂണിറ്റ്, ഇറ്റ്സ് യൂണിറ്റ് ഈസ് ഓം മീറ്റർ. റെസിസ്റ്റിവിറ്റീൻ്റെ യൂണിറ്റാണ് ഓം മീറ്റർ. ഇതൊരു എക്സാമ്പിൾ കൺഫ്യൂഷൻ ആവാൻ ചോദിക്കലുണ്ട്. റെസിസ്റ്റൻസ് റെസിസ്റ്റിവിറ്റി രണ്ടിൻ്റെയും കൺഫ്യൂഷൻ ആവും. ഒന്ന് ഓമും ഒന്ന് ഓം മീറ്ററും. അപ്പോൾ ഇവിടെ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റീൻ്റെ യൂണിറ്റ് ഓം മീറ്റർ. അടുത്തതാണ് പുതിയൊരു ടേം കണ്ടക്റ്റൻസ്. ഇപ്പോൾ ഇത്രയും സമയം റെസിസ്റ്റൻസ് എന്താണെന്ന് നോക്കി, റെസിസ്റ്റിവിറ്റി എന്താണെന്ന് നോക്കി. അടുത്തൊരു ടേം കണ്ടക്റ്റൻസ്. കണ്ടക്റ്റൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും കറണ്ട് കടത്തി വിടാൻ ഉള്ളത്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ 6 റെസിസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞാൽ കറണ്ടിനെ കടത്തി വിടൂല, ഇങ്ങനെ പിടിച്ചു വെക്കും. അപ്പോൾ ആ കടത്തി വിടാതിരിക്കുന്നതാണ്, റെസിസ്റ്റ് ചെയ്യുന്നതാണ് റെസിസ്റ്റൻസ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടക്റ്റൻസ്. അതായത് ഇപ്പോൾ ഒരു മെറ്റീരിയലിൻ്റെ കണ്ടക്റ്റൻസ് കൂടുതൽ, അതായത് ഈ ഒരു വയറിൻ്റെ കണ്ടക്റ്റൻസ് കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അതിൻ്റെ അർത്ഥം അത് എളുപ്പത്തിൽ കറണ്ടിനെ കടത്തി വിടും. അതായത് കടത്തി വിടും. കണ്ടക്റ്റൻസ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ കടത്തി വിടും. അപ്പോൾ ഒരു ഹൈ റെസിസ്റ്റൻസ് ഉള്ള 6 കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് റെസിസ്റ്റൻസ് കൂടുതലാണ്, അത് കറണ്ടിനെ കടത്തി വിടുന്നത് കുറവായിരിക്കും, മാക്സിമം പിടിച്ചു വെക്കും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം അതിൻ്റെ കണ്ടക്റ്റൻസ് ഏറ്റവും കുറവായിരിക്കും. റെസിസ്റ്റൻസ് കൂടുമ്പോൾ എന്ത് ചെയ്യും? കണ്ടക്റ്റൻസ് കുറയും സ്വാഭാവികമായിട്ടും. അപ്പോൾ കണ്ടക്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഗിവൺ ബൈ 1 റെസിസ്റ്റൻസ്. അപ്പോൾ ഇതാണ് ആകെ ഇതിൻ്റെ അകത്തുള്ളൊരു ടോപ്പിക്ക്. കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് റിവേഴ്സ്, റെസിസ്റ്റൻസിൻ്റെ റിവേഴ്സ് 1/R, G = 1/R. സിമ്പിളായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ യൂണിറ്റ്? 1/Rൻ്റെ യൂണിറ്റ് ഓം, 1/Ohm ആണ് ഇതിൻ്റെ യൂണിറ്റ്. അഥവാ അതിനെ എന്ത് വിളിക്കാം? ഓം ഇൻവേഴ്സ് എന്ന് വിളിക്കാം. ഓം ഇൻവേഴ്സ് അല്ല, ഓം എന്ന് എഴുതാം, OHM ഇൻവേഴ്സ്. ഓം ഇൻവേഴ്സ് ആണ് കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ്. അതിനെങ്ങനെ മാറ്റി എഴുതാം? MHO എന്ന് എഴുതിയിട്ടുണ്ട്. ഓമിൻ്റെ യൂണിറ്റ്, അതിൻ്റെ സിമ്പൽ ഇത് നേരെ തിരിച്ചിടും. ഓം തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഓം ഇൻവേഴ്സ്. ഇറ്റ്സ് യൂണിറ്റ് ഈസ് ഓം ഇൻവേഴ്സ്, ഓൾസോ നോൺ ആസ് MHO, മോന്നാ. അപ്പോൾ കണ്ടക്റ്റൻസ് എന്താണെന്ന് മനസ്സിലായി. റെസിസ്റ്റൻസ് കൂടുതലുള്ളൊരു സാധനത്തിന് കണ്ടക്റ്റൻസ് കുറവായിരിക്കും, നേരെ തിരിച്ച്. അപ്പോൾ നമ്മളെ കറണ്ട് പാസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ വയറൊക്കെ എന്തായിരിക്കും? ഗുഡ് കണ്ടക്ടർ അല്ലേ? നല്ല കണ്ടക്ടേഴ്സിന് കണ്ടക്റ്റൻസ് വാല്യൂ കൂടുതലായിരിക്കും, റെസിസ്റ്റൻസ് വാല്യൂ കുറവായിരിക്കും. അപ്പോൾ നേരത്തെ റെസിസ്റ്റൻസ് പറഞ്ഞ ശേഷം ഒരു കാര്യം പറഞ്ഞു, റെസിസ്റ്റിവിറ്റീനെ പറ്റി പറഞ്ഞു. ഇപ്പോൾ റെസിസ്റ്റൻസിൻ്റെ ഓപ്പോസിറ്റായിട്ട് കണ്ടക്റ്റൻസ് പറഞ്ഞു. റെസിസ്റ്റൻസിന് റെസിസ്റ്റിവിറ്റി പോലെ കണ്ടക്റ്റൻസിൻ്റെ ഇതാണ് കണ്ടക്റ്റിവിറ്റി അഥവാ സിഗ്മ. അപ്പോൾ ഇത് എന്താണ്? റെസിസ്റ്റൻസിന് കണ്ടക്റ്റിവിറ്റി റോ, കണ്ടക്റ്റൻസിന് സിഗ്മ. അതായത് എന്താണ് കണ്ടക്റ്റിവിറ്റി എന്ന് നോക്കിക്കഴിഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ഈസ് കോൾഡ് ഇലക്ട്രിക്കൽ കണ്ടക്റ്റിവിറ്റി. അത് നേരത്തെ ഒരു ക്വസ്റ്റിൻ്റെ കാര്യത്തിൽ പറയാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതാണിത്. അപ്പോൾ ഈ രണ്ടും മാറിപ്പോകാണ്ടിരിക്കുക. ഇതാണ് സിഗ്മ, ഈ വര നേരെ വരുന്നത് സിഗ്മ, ഇതിങ്ങനെ വരുന്നത് റോ. ഇതാണ് റോ. റോ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി, സിഗ്മ എന്ന് പറയുന്നത് കണ്ടക്റ്റിവിറ്റി. അപ്പോൾ എന്താണ്? സിഗ്മ ഈസ് ഈക്വൽ ടു 1/ρ. ഇത്
ട്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പല ക്വസ്റ്റ്യനിലും ഈ പോയിന്റ് യൂസ് ചെയ്യലുണ്ട്. റോക്ക് പകരം സിഗ്മയും സിഗ്മയ്ക്ക് പകരം റോയൊക്കെ യൂസ് ചെയ്യും. ജസ്റ്റ് സിമ്പിളായിട്ട് ഈ 4 കാര്യങ്ങൾ കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കുക. എല്ലാം അറിയാം, പക്ഷെങ്കിൽ നമുക്ക് കത്തണമെന്നില്ല ക്വസ്റ്റ്യൻ എക്സാമിന് വരുമ്പോൾ. 6 റെസിസ്റ്റൻസിൻ്റെ വെച്ച് ഒരു മെറ്റീരിയലിൻ്റെ ആ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂവിന് പറയുന്ന പേരാണ് റോ അഥവാ കണ്ടക്ടിവിറ്റി. ഇവിടെ റെസിസ്റ്റൻസിൻ്റെ ഇൻവേഴ്സ് അതാണ് ജി, കണ്ടക്റ്റൻസ്. ജി വെച്ചിട്ടുള്ള ഒരു മെറ്റീരിയലിൻ്റെ കോൺസ്റ്റൻറ്റ് വാല്യൂ. ഇപ്പോൾ ഓരോ മെറ്റീരിയലിനും റെസിസ്റ്റിവിറ്റി ഉള്ളതുപോലെ ഓരോ മെറ്റീരിയലിനും കണ്ടക്ടിവിറ്റിയും ഉണ്ടാവും. ആ കണ്ടക്ടിവിറ്റിയാണ് സിഗ്മ. അതാണ് 1 റെസിസ്റ്റിവിറ്റി സിഗ്മ. അതിൻ്റെ യൂണിറ്റാണ് ഓം മീറ്റർ ഇൻവേഴ്സ്, അല്ല 1 ഓം മീറ്റർ അഥവാ MHO മീറ്റർ ഇൻവേഴ്സ്. ഇപ്പോൾ എന്തുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ റെസിസ്റ്റിവിറ്റി ഓരോ മെറ്റീരിയലിനും ഉണ്ട്. ഇവിടെ നോക്കിയാൽ എന്ത് മനസ്സിലാവും, ഒരു ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, കറണ്ട് കടത്തിവിടാത്തതാണ് ഇൻസുലേറ്റർ. അതിനെന്ത് കൂടുതലായിരിക്കും, റെസിസ്റ്റിവിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഗ്ലാസിൻ്റെ റെസിസ്റ്റിവിറ്റി ഏത് റേഞ്ചിലാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തന്നിൻ 10 to 10⁻², അതായത് 100, 10⁴ to 10⁶. അതിൻ്റെ റേഞ്ച് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ എന്താണ് 10 to the power 10 to 10 to the power 14. അപ്പോൾ ഇതാണ് ഗ്ലാസിൻ്റെ, ഇത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ബേസിക്കലി മനസ്സിലാക്കേണ്ടത് ഇൻസുലേറ്റർ കറണ്ട് കടത്തിവിടാത്തതിന് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, അതുകൊണ്ടാണ് ഇവിടെ പവർ ഒരുപാട് കൂടുതൽ. നേരെ മറിച്ച് നമ്മൾ കോപ്പർ വയർ യൂസ് ചെയ്തിട്ടാണ് കറണ്ട് കടത്തിവിടുന്നത്, ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്നത് കോപ്പർ വയറാണ്. അപ്പോൾ എന്ത് 10⁻⁻8. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും റെസിസ്റ്റിവിറ്റി വളരെ കുറവ്, ഏറ്റവും കുറവുള്ളതാണ് നമ്മൾ കണ്ടക്ടറായിട്ട് യൂസ് ചെയ്യുക. ഇതിലും കുറവാണ് ഏതിന്, സിൽവറിന്. ഇവിടെ എന്താ കൊടുത്തില്ല നോക്കുക, കണ്ടക്ടിവിറ്റി മോർ ഫോർ കണ്ടക്ടേഴ്സ്, റെസിസ്റ്റിവിറ്റി ലെസ് ഫോർ കണ്ടക്ടേഴ്സ്. ഒരു ക്വസ്റ്റ്യൻ, റെസിസ്റ്റൻസ് ഓഫ് എ വയർ ഓഫ് ലെങ്ത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫ് എ വയർ ഓഫ് ലെങ്ത് 10 മീറ്റർ, L തന്നു, 6 തന്നു, ഓമിൽ തരുന്നതാണ് റെസിസ്റ്റൻസ്. ഇഫ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ വയർ A തന്നു, ഡിറ്റർമൈൻ റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ സിമ്പൽ റോ, കണ്ടക്റ്റൻസ് എന്ന് പറയുമ്പോൾ ജി, കണ്ടക്ടിവിറ്റി സിഗ്മ. ഇത് 3 കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഓരോന്ന് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ കണ്ടക്റ്റൻസ് ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടി. എന്താണ്, ഓമാണ് റെസിസ്റ്റൻസ്, ആറിൻ്റെ ഇൻവേഴ്സാണ് ജി. അപ്പോൾ 1/2 0.5 ഇത് ആദ്യം തന്നെ കിട്ടി. ഇവിടത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തായി, കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമുക്ക് സിമ്പിളായിട്ട് അറിയാം 1/6 0.5 അത് നമുക്ക് കിട്ടി. അടുത്ത ഈ റിലേഷൻ റോ ഈക്വൽ ടു RA/L. 6 തന്നിട്ടുണ്ട്, A തന്നിട്ടുണ്ട്, L തന്നിട്ടുണ്ട്. ഒക്കെ കൊടുത്ു. 2 × 2 × 10⁻⁻7, 10 മേലേക്ക് വരുമ്പോൾ 10⁻⁻8 ആവും. ഓം മീറ്റർ. 1/ρ ആണ് സിഗ്മ. 1/ρ 10⁻⁻8 മേലേക്ക് വരും. കണ്ടക്ടിവിറ്റിയും കിട്ടി. അടുത്തത് കുറേ സമയം റെസിസ്റ്റൻസിനെ പറ്റി പറഞ്ഞു. ഇനി റെസിസ്റ്റൻസിനെ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ടൈപ്പിലാണ് ജോയിൻ ചെയ്യുക എന്നുള്ളത്. 2 മെത്തേഡ് നമ്മൾ സിമ്പിളായി പറയുന്ന പോലെ പാരലലും സീരീസും. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. 2 ബേസിക് മെത്തേഡ്സ് ഓഫ് ജോയിനിങ് റെസിസ്റ്റേഴ്സ് ടുഗദർ ആർ. ഒന്ന് സീരീസ്, രണ്ടാമത്തെ പാരലൽ. ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടുന്ന് ഒരു സർക്യൂട്ടിൽ നമ്മളൊരു വോൾട്ടേജ് കൊടുക്കുന്നു. അപ്പോൾ ഒരറ്റത്ത് ഒരു റെസിസ്റ്റൻസ്, അതിൻ്റെ രണ്ടാമത്തെ അറ്റത്ത് മറ്റേ റെസിസ്റ്റൻസിൻ്റെ ഒരറ്റം. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുന്നതാണ്, ഇതാണ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള പോയിൻ്റ് എന്താണ്, ഇതിലേക്കൂടെ ഒരു പോയിൻ്റ് കടന്നു പോകുമ്പോൾ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇലക്ട്രിക് പൊട്ടൻഷ്യലും ഇവിടുത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യലും തമ്മിലുള്ളതാണ് ഈ റെസിസ്റ്റൻസിൻ്റെ വോൾട്ടേജ്. അപ്പോൾ ഇതിന് വേറെ വോൾട്ടേജ് ആയിരിക്കും, ഇതിന് വേറെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു ടോപ്പിക്ക്. ഇതിലേക്കൂടെ പോകുന്ന കറണ്ട് സെയിം ആയിരിക്കും. ഇവിടുത്തെ പോയിന്റ് സീരീസിലേക്കൂടെ പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത് ഒരേ പോക്കാ പോകുന്നു, കറണ്ട് വേറെ അടുത്തേക്ക് ഇങ്ങനെ സ്പ്ലിറ്റായി പോകുന്നില്ല. അപ്പോൾ എന്താണ്, ഇതിലേ പോകുന്ന എല്ലാ റെസിസ്റ്റൻസിൻ്റെ അകത്തേക്കൂടെയും പോകുന്ന കറണ്ട് സെയിം ആണ്. അതാണ് ഇവിടെ ആദ്യത്തെ പോയിന്റ്. പിന്നെ ജസ്റ്റ് ബേസിക്കലി നമുക്കറിയുന്നൊരു കാര്യം, പെങ്ങാനും ഈ റെസിസ്റ്റൻസ് എന്തെങ്കിലും തരത്തിൽ ഓഫായിന്നോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് സംഭവിക്കും, ഈ സർക്യൂട്ട് മൊത്തം കട്ടാവും. കാരണം ഇവിടുന്ന് അങ്ങോട്ടേക്ക് കറണ്ട് പോകണമെങ്കിൽ ഈ റെസിസ്റ്റൻസിലേക്കൂടെ തന്നെ കടന്നു പോകണം. ബേസിക് ആയിട്ടുള്ള കാര്യം.
അടുത്ത ഇതാണ് പാരലൽ, രണ്ടാമത്തെ ടൈപ്പ് കണക്ഷൻ. പാരലൽ എന്ന് പറയുമ്പോൾ ആ വാക്ക് ഉദ്ദേശിക്കുന്നതിന് എന്താ, ഒന്നിന് പാരലലായിട്ട് മറ്റേതിന് പാരലലായിട്ട് അടുത്തത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ, ഈ ഒരു പോയിന്റിലാണ് ഇവിടെ നമ്മൾ സെല്ല് കണക്ട് ചെയ്യുന്നെങ്കിൽ ഈ ചിത്രത്തിനെക്കാട്ടി കുറച്ചും കൂടി എളുപ്പത്തിൽ ഇങ്ങനെ ഇത് ഒരു ഫിഗർ നോക്കാം. ഇവിടെ നമ്മൾ സെല്ല് കണക്ട് ചെയ്യുന്നു, ഇവിടുന്ന് ഒരു ലൈൻ ഇവിടെ ഒരു റെസിസ്റ്റൻസ് വരച്ചു. അടുത്തത് ഈ രണ്ട് പോയിന്റും തന്നെ എടുക്കുക, എന്നിട്ട് ഇവിടെ ഒരു റെസിസ്റ്റൻസ് വരക്കുക. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്, ഒരു പോയിന്റ് തന്നെയാണ്, ഈ രണ്ട് പോയിന്റും തന്നെയാണ് ഈ എല്ലാ റെസിസ്റ്റൻസിൻ്റെയും എൻഡ് പോയിന്റ്സ്. അതായത് ഈ ഫിഗർ വേറൊരു രീതിയിലൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റ് തന്നെയാണ് ഈ റെസിസ്റ്റൻസിൻ്റെ ഒരു എൻഡ്, രണ്ടിൻ്റെ എൻഡ് സെയിം. അതായത് എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എല്ലാ റെസിസ്റ്റൻസിനും സെയിമാണ്. ഇപ്പോൾ ഇവിടുന്ന് എത്തുന്ന ഒരു കറണ്ട് ഇപ്പോൾ ഇവിടെ 3 എണ്ണം ഇല്ലതെങ്കിൽ 3 ഭാഗത്തേക്കും സ്പ്ലിറ്റ് ചെയ്ത് പോകും, പക്ഷേങ്കിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും. അതാണ് ഇവിടെ സീരീസിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇഫ് റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് എൻഡ് ടു എൻഡ് സോ ദാറ്റ് ദ സെയിം കറണ്ട് പാസസ് ത്രൂ ഈച്ച് ഓഫ് ദം. ഇതിലേ വരുന്ന കറണ്ട് എല്ലാത്തിലേക്കൂടെയും പോകുന്നത് സെയിം ആണ്, വേറെ അടുത്തേക്കും സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നില്ല. ദെൻ ദേ ആർ സെഡ് ടു ബി കണക്റ്റഡ് ഇൻ സീരീസ്. അപ്പോൾ ഇവിടുന്ന് റെസിസ്റ്റൻസിൻ്റെ കമ്പൈൻഡ് എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിക്കുക. അപ്പോൾ ഇവിടെ എന്താണെന്ന് നോക്കാം. എന്ത് പറഞ്ഞു, ഇവിടുത്തെ ദ സം ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ എൻഡ്സ് ഓഫ് ഈച്ച് റെസിസ്റ്റർ ഈസ് ഗിവൺ ബൈ. ഇതിലേക്കാട്ട് എളുപ്പത്തിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് മനസ്സിലായി, ഓരോ റെസിസ്റ്ററിൻ്റെയും എൻഡിൽ അടുത്ത റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി സിമ്പിളായിട്ട് ഇവിടുത്തെ എന്താണ് സെയിം, ഇതിലേക്കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് സെയിമാണ്. ഓംസ് ലോ പ്രകാരം V ഈക്വൽ ടു IR, I ഈക്വൽ ടു V ഈക്വൽ ടു IR. ഇവിടുത്തെ വോൾട്ടേജും ഒക്കെയാണ്, ഈ രണ്ടാളും കൂടിയിട്ടാണ് ഈ ടോട്ടൽ വോൾട്ടേജ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വോൾട്ടേജ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ടോട്ടൽ വോൾട്ടേജ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ I1ഉം I2 ഒക്കെ സെയിം ആണ്. അപ്പോൾ I ഇൻറ്റു R എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ R1 സം ചെയ്യപ്പെടും. ഇത് ഇത്ര കൺസെപ്റ്റ് പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നമുക്ക് എന്ത് മനസ്സിലാക്കിയത്, സീരീസ് എന്ന് പറയുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനെയാണ് സീരീസിലാണ് കണക്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഓരോന്നിൻ്റെയും റെസിസ്റ്റൻസ് കൂട്ടി പോകും. RS ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെ 3 എണ്ണം ഉണ്ടെങ്കിൽ ഇതെന്തായി, എല്ലാ റെസിസ്റ്റൻസും സെയിം ആണെങ്കിൽ അത് NR ആയി. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. സീരീസ് ആണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് സം ചെയ്യപ്പെടും. അതിൻ്റെ ഒരു ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യൻ, 3 റെസിസ്റ്റൻസ് ഓഫ് ഓം 5, 3, 2 ഓം ആർ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് 10 വോൾട്ട് ബാറ്ററി. കാൽക്കുലേറ്റ് ദർ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആൻഡ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, സം ചെയ്യുക. 5, 3, 8, 8, 2, 10, 10 ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അടുത്ത ഓംസ് ലോ പ്രകാരം എന്തുണ്ട്, I ഈക്വൽ ടു V/R. V നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, R നമ്മൾ കണ്ടുപിടിച്ചു. I ഈക്വൽ ടു 1 ആംപിയർ. പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു, ഒരു 2 പോയിൻ്റ്, ആ 2 പോയിൻറ്റിൻ്റെയും നടുവിൽ ഒരേ പോയിൻ്റിൽ നിന്ന് റെസിസ്റ്റൻസിലേക്കുള്ള എൻഡ് കണക്ട് ചെയ്യുന്നു. ഇത് ഒന്നാമത്തെ റെസിസ്റ്റൻസ്, ഇത് രണ്ടാമത്തെ റെസിസ്റ്റൻസ്. ഇനിയിപ്പോൾ മൂന്നാമത്തെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, മൂന്നാമത്തെ ഇവിടുന്ന് എടുക്കുക, റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക. അപ്പോൾ ബേസിക്കലി എന്താണ്, ഇവിടുത്തെ 2 എൻഡ് പോയിൻറ്റ്സ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ തമ്മിലുള്ള ഡിഫറൻസ് ഈ 3നും സെയിം ആണ്. അതായത് V സെയിം ആണ്. സീരീസിൻ്റെ കാര്യത്തിൽ കറണ്ട് സെയിം ആണ്, പാരലലിൻ്റെ കാര്യത്തിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V സെയിം ആണ്. എ പാരലൽ സർക്യൂട്ട് ഹാസ് 2 or more ലൂപ്സ് ത്രൂ വിച്ച് കറണ്ട് ക്യാൻ പാസ്. ഇവിടുന്ന് ഒരു കറണ്ട് ഇവിടത്തേക്ക് എത്തി. അപ്പോൾ ഈ കറണ്ടിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഈ ഡയഗ്രാം ഉണ്ട്, ഇതാണ് കറക്റ്റ് ഡയഗ്രാം. ഈ ഡയഗ്രത്തിൽ നോക്കി ഇവിടെ ഒരു കറണ്ട് I എത്തി നിൽക്കുകയും, അപ്പോൾ ഈ Iക്ക് എന്തുണ്ട്, 3 വഴിയിലേ പോവാം. അപ്പോൾ ഇതിലേക്കൂടെ ഒരു I1 എന്ന് പറയുന്ന കറണ്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. ഇത് I2, ഇത് I3. ഈ I1ഉം
I2ഉം I3യും ഇത് മൂന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ I ആവും. ഈ I 3 സ്പ്ലിറ്റായിട്ട് ഇതിലൂടെ പോകുന്നു. ഈ 3 റെസിസ്റ്റൻസിൻ്റെയും എൻഡ് പോയിൻ്റ് സെയിം ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ രണ്ട് പോയിന്റിലെയും ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലിൻ്റെ ഡിഫറൻസ് അതായത് V സെയിം ആയിരിക്കും. അത് ഇക്വേറ്റ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സീരീസിൻ്റെത് പോലെ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ റിലേഷൻ കണ്ടുപിടിക്കാം. അത് സിമ്പിളായിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1/R എഫക്റ്റീവിൻ്റെ P എന്ന് പറയാം ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. മൂന്നെണ്ണം ഉണ്ടെങ്കിൽ മൂന്നെണ്ണം, ഇനി അങ്ങോട്ടേക്ക് എത്ര ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതി പോവുക. ഇതാണ് പാരലലിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇത് ഇക്വേറ്റ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ വോൾട്ടേജ് ഈക്വൽ എന്നുള്ള കണ്ടീഷനിൽ കറൻറ്റ് സ്പ്ലിറ്റ് ചെയ്യപ്പെടും. ഇപ്പം ഇങ്ങനെ ഈ I ഈക്വൽ ടു I1 പ്ലസ് I2 I3 എന്ന് എഴുതുക. ഈ Iക്ക് ഓംസ് ലോ പ്രകാരം I ഈക്വൽ ടു V/R കൊടുക്കുക. ഇതാവശ്യമില്ല, എന്നാലും ജസ്റ്റ് ഇത് നോക്കിയാൽ ഇതാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ ആൻസർ കിട്ടും. എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ റിലേഷൻ എന്താ ഇവിടെ തന്നിരിക്കുന്ന ഈ റിലേഷൻ കിട്ടും. അപ്പോൾ ഈ രണ്ട് റിലേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ജസ്റ്റ് ഒരു സ്പെഷ്യൽ കണ്ടീഷൻ മാർക്ക് ചെയ്ത് പറയുന്നതാണ്. ഈ R നമ്മൾ ഈ കൊടുക്കുന്ന R പാരലലി കണക്ട് ചെയ്യുന്ന R സെയിം ആണെങ്കിൽ, അങ്ങനെ N എണ്ണം ഉണ്ടെങ്കിൽ 1/, എന്ത് കിട്ടി? 1/R എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു N/R എന്ന് കിട്ടി. അപ്പോൾ R എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് R/N എന്ന് വരും. RP ഈസ് ഈക്വൽ ടു R/N. കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്നേലു. ഇനി ഏറ്റവും ബേസിക് ആയിട്ട് ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഒരേ ഒരു പോയിന്റ് ഇവിടെ പറയാം. റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ അതിൻ്റെ കമ്പൈൻഡ് റെസിസ്റ്റൻസ് RS എന്ന് കൊടുക്കുക. അതെന്താണ്? R1 പ്ലസ് R2 പ്ലസ് എക്സെട്ര അങ്ങനെ കൂട്ടിക്കൂട്ടി പോകും. ഇനി പാരലൽ ആണെങ്കിൽ 1/RP ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 ഈ ഒരു ഫോർമാറ്റിലായിരിക്കും ഉണ്ടാവുക. ഇവിടെ സീരീസിൻ്റെയും പാരലലിൻ്റെയും കുറച്ച് ക്യാരക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ ക്രൈറ്റീരിയ വെച്ചിട്ട് രണ്ടിനെയും ഒന്ന് കമ്പയർ ചെയ്യുന്നതാണ്. നമുക്ക് ഫൈനലി കിട്ടുന്ന റെസിസ്റ്റൻസ്, ഇപ്പം നമുക്ക് 2 ഓമിൻ്റെ 2 റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയായി? 4 ആയി. അതായത് ഈ 2 ഓമിൻ്റെ 2 ചേർക്കുമ്പോൾ അതിനേക്കാൾ കൂടുതലുള്ള ഒന്നാണ് കിട്ടുന്നത്. അതാണ് ആദ്യത്തെ പോയിന്റ്, മോർ ദാൻ ദ ഹയസ്റ്റ് റെസിസ്റ്റൻസ്. അടുത്തത് പാരലലാണെങ്കിൽ 1/R ഈക്വൽ ടു 1/2 പ്ലസ് 1/2, അതായത് ടോട്ടൽ 1 എന്ന് കിട്ടും. ലെസ് ദാൻ ദ ലോവസ്റ്റ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇത് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു പോയിന്റ് വേണമെങ്കിൽ ചോദിക്കാം. സീരീസ് ആണെങ്കിൽ ഹയർ ദാൻ ദ ഹയസ്റ്റ്, പാരലൽ ആണെങ്കിൽ ലോവർ ദാൻ ദ ലോവസ്റ്റ്. ഇത് പരസ്പരം കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പിന്നെ ഇത് ജസ്റ്റ് സിമ്പിളായിട്ട് സമയമെടുത്ത് എഴുതി നോക്കിയാലും മതി. 2 ഓമിൻ്റെ റെസിസ്റ്റൻസും ഒരു 4 ഓമിൻ്റെ റെസിസ്റ്റൻസും, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 6 ഓംന്ന് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടി. ഇത് ഈ രണ്ടെണ്ണത്തിനെക്കാട്ടി കൂടുതലല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് മോർ ദാൻ ദ ഹയസ്റ്റ് റെസിസ്റ്റൻസ്. കാരണം എന്തായാലും ആഡ് ചെയ്യപ്പെടുമല്ലേ എന്ന്. അപ്പോൾ എന്തായാലും ഹയറിനെക്കാട്ടിയും കൂടുതലായിരിക്കും എഫക്റ്റീവ്. ബേസിക് പാരലലും അതുപോലെ തന്നെ. ഒന്ന് മനസ്സിലാലോചിച്ച് നോക്കുക. 1/ എഫക്റ്റീവ് ഈക്വൽ ടു 1/2, അതായത് 0.5 പ്ലസ് 1/4 0.75, 0.5ഉം 0.75ഉം കൂട്ടിക്കഴിഞ്ഞാൽ 1.25, അതായത് 4/3. അപ്പോൾ എന്തായാലും എന്തായി? അപ്പോൾ പിന്നെ 5/4 4/5 ലെസ് ദാൻ ദ ലോവസ്റ്റ്. സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും. എമൗണ്ട് ഓഫ് കറൻറ്റ്, മോർ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, കറൻറ്റ് ലെസ്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് ലെസ്, കറൻറ്റ് ഈസ് മോർ. അടുത്ത സ്വിച്ചിങ് ഓൺ ഓഫ്. ഒരു സർക്യൂട്ടിൽ പരസ്പരം എൻഡ് ടു എൻഡ് ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഒന്ന് ഡിസ്കണക്റ്റ് ആയി കഴിഞ്ഞാൽ എന്താകും? ഈ സർക്യൂട്ട് വർക്കാവില്ല. കാരണം ഇതിലേക്കൂടെ കറണ്ട് പാസ്സാവേണ്ടതെന്നാൽ ഇപ്പുറത്തേക്ക് എത്തൂലല്ല. ഒരു ഒറ്റ ലൂപ്പിൻ്റെ അകത്താണ് സീരീസ് വർക്കാവുന്നത്. സിമ്പിൾ ലോജിക്ക്. ഇത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. പാരലലാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഒരു സെല്ല് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു റെസിസ്റ്റൻസ് ഇവിടെ കണക്ട് ചെയ്തു, അടുത്ത റെസിസ്റ്റൻസ് ഇതിന് പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ബൈ ചാൻസ് ഇത് കട്ടായി പോയി എന്ന് വിചാരിക്കും, എന്നാലും കുഴപ്പമില്ല, മേലത്തെ ലൂപ്പിലേക്കൂടെ കറണ്ട് പാസ്സാവും, ബാക്കിയുള്ള സർക്യൂട്ടുകൾ വർക്കാവും.
അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? വൺ ഡിസ്കണക്റ്റഡ് ഈക്വൽ ടു അതേഴ്സ് വർക്ക്. ജസ്റ്റ് ഡെഫിനേഷനായിട്ടൊന്നും ഇത് പഠിക്കണ്ട, ജസ്റ്റ് നമുക്ക് കൺസെപ്റ്റ് എങ്ങനെയാണ് സീരീസ് എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് അതിൻ്റെ ചിത്രം വന്നാൽ ഇതൊക്കെ കിട്ടും. ചെറിയൊരു ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ കറണ്ട് അക്രോസ് 20 ഓം റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസിൻ്റെ അകത്തേ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഇത് പല തരത്തിൽ ചെയ്യുക. ആദ്യത്തെ ടൈപ്പ് നോക്കാം. ഓംസ് ലോ പ്രകാരം ആദ്യം തന്നെ ഓംസ് ലോ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് V ഈക്വൽ ടു IR എന്ന് മനസ്സിൽ വരിക. V ഈക്വൽ ടു IR നമ്മൾ പെർസെൻറ്റേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ വോൾട്ടേജ് സെയിമാണ്, പാരലലാകുമ്പോൾ വോൾട്ടേജ് സെയിമാണ്, അതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. I കൂടുമ്പോൾ എന്ത് ചെയ്യണം? ഈ വോൾട്ടേജ് സെയിമാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചാലും ഈ V സെയിം ആയിരിക്കണം. അപ്പോൾ ഒന്ന് സിമ്പിൾ, നമ്മൾ സാധാ ലോജിക്കൽ ആലോചിക്കുക. I കൂടുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? R കുറഞ്ഞിട്ട് വേണം ഇത് ബാലൻസ് ചെയ്യാൻ. ഇനി അടുത്ത I കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? R കൂടണം. ഒന്ന് കുറയുമ്പോൾ മറ്റേത് കൂടിക്കഴിഞ്ഞാൽ എന്തായി? മൊത്തത്തിൽ V കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ തന്നെ നിൽക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? Iൻ്റെ മാറ്റം, അത് Iൻ്റെ റേഷ്യോൻ്റെ ഇൻവേഴ്സിലായിരിക്കും Rൻ്റെ റേഷ്യോ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. I കൂടുമ്പോൾ R കുറയണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക? റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ ഇതിപ്പോൾ 1, ഇത് രണ്ടാമത്തത്, ഇത് മൂന്നാമത്തത്. നമ്മളോട് ചോദിക്കുന്നത് 20 ഓമിൻ്റെയാണ്. ഈ ഒന്നാമത്തതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കറൻറ്റ് അത് മനസ്സിലാവാത്തവർക്ക് ഒന്നും കൂടെ പറയുന്നത്, പാരലൽ കണക്ഷനിൽ ഇവിടെ ഒരു സെല്ല് കണക്ട് ചെയ്യുമ്പോൾ ഇതിലേക്കൂടെ ഒരു I എന്ന് പറയുന്ന ഒരു കറൻറ്റ് പാസ് ചെയ്യുന്നു. അതിങ്ങനെ പാസ് ചെയ്ത് ഈ പോയിന്റിലെത്തി. ഇവിടെ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സർക്യൂട്ട് 3ആയിട്ട് സ്പ്ലിറ്റായി പാരലലിൽ. അപ്പോൾ ഇവിടെ I എന്നുള്ള ഒരു കറൻറ്റ് 3 പീസാവും. I എന്നുള്ളത് ആദ്യത്തിലെ 1 എന്ന് എടുത്തുകൊണ്ട് ഇത് I1, ഇത് I2, I3. ഇതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് നോക്കുക. ഒരു കറണ്ട് ഇവിടുന്ന് വന്ന് ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പോൾ 3 പാത്ത്, 3 ലൂപ്പ്. ആ 3 ലൂപ്പിലേക്കും സ്പ്ലിറ്റ് ആവും കറണ്ട് I1, I2, I3. ഇത് 3ഉം കൂടെ കൂട്ടിയതായിരിക്കും I. അപ്പോൾ I 3ആയി സ്പ്ലിറ്റ് ആവുന്നു. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് I1 എത്രയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ലോജിക്കലി നമുക്ക് എന്ത് മനസ്സിലായാൽ മതി? ഇവിടുത്തെ V പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ I നമുക്ക് കണ്ടുപിടിക്കാം. അതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. അപ്പോൾ ഇത് ഇവിടെ വെക്കാം. ആദ്യം നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് നോക്കാം. ഇവിടുത്തെ വോൾട്ടേജ് കണ്ടുപിടിച്ചാൽ മതി. ഈ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഈ ഒരു കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസിനെ ഒരു സിംഗിൾ റെസിസ്റ്റൻസ് ആക്കിയിട്ട് കണക്ക് കൂട്ടുക. ഈ 3 എണ്ണത്തിൻ്റെയും കോമ്പിനേഷനെ ഞാനൊരു സിംഗിൾ റെസിസ്റ്റൻസ് ആയി കണക്കാക്കി. അതിനെ നമ്മൾ R എഫക്റ്റീവ് അഥവാ R പാരലൽ എന്തെങ്കിലും വിളിക്കാം. ഇവിടുത്തെ വോൾട്ടേജ് 200, കറണ്ട് I തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് കണ്ടുപിടിക്കാം. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. 1/RP ഈക്വൽ ടു 1/20 പ്ലസ് 1/10 പ്ലസ് 1/30. ഞാനത് മനസ്സിൽ കൂട്ടുകയാണ്. അതായത് 1/20 പാരലലിൻ്റെ ഇക്വേഷൻ 1/20 പ്ലസ് 1/10 പ്ലസ് 1/30. അപ്പോൾ അടിയിലെല്ലാം 30 ആവും. അപ്പോൾ 1/10 അപ്പോൾ അടിയിലൊക്കെ 60, 3, 6, 2, 10, 1/6. അപ്പോൾ എന്ത് കിട്ടി? ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 6 എന്ന് കിട്ടി. തെറ്റിയാ? തെറ്റി. ഇവിടെ സിമ്പിളായിട്ട് വോൾട്ടേജ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ വോൾട്ടേജ് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് മതി? ക്വസ്റ്റ്യനിൽ വോൾട്ടേജ് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിക്കുന്നത് കറൻറ്റും റെസിസ്റ്റൻസ് തന്നിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ I2 ഈക്വൽ ടു, ഇപ്പോൾ സിമ്പിളായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. I2 × 20 എന്ന് പറഞ്ഞാൽ 200 ആണ്. അതായത് ഓംസ് ലോ പ്രകാരം V ഈക്വൽ ടു IR. ഇവിടുത്തെ I2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. I1 അല്ലേ, I1 അതായത് 20 ഓമിലേക്കുള്ള I ഈക്വൽ ടു എന്താണ്? ഇവിടുന്ന് Iനെ മാറ്റിയത് I ഈക്വൽ ടു V/R. V എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 200 തന്നിട്ടുണ്ട്. ബൈ R എത്രയാണ്? ഇവിടെ 20. അപ്പോൾ 200/20 ഈക്വൽ ടു 10 ഓം. അപ്പോൾ ഇവിടെ വോൾട്ടേജ് തന്നുകൊണ്ട് ഇത് എളുപ്പമായി. അടുത്തത് കാൽക്കുലേറ്റ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ്സ് A ആൻഡ് B. ഇതൊരു സെല്ലിലേക്ക് കണക്ട് ചെയ്തു. ഈ ഒരു സർക്യൂട്ടിലേക്കുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 പോയിൻറ്റും തമ്മിലുള്ള ഇതാണ് ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഫിഗർ ഇങ്ങനെയാണെങ്കിലും
ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു പോയിൻ്റാണ്. ഈ എൻഡ് പോയിൻ്റ് എവിടെയാണ് ഉള്ളതെന്ന് നോക്കണം. നമുക്ക് ഇത് കാണുമ്പോൾ ഇത് രണ്ടും ഇതും ഈ ഒന്നും തമ്മിൽ പാരലാണെന്ന് തോന്നാം. പക്ഷെ എന്തല്ല, ഈ ഫിഗറിനൊന്ന് മാറ്റി വരച്ച് നോക്കിയാലോ. ഇവിടെ എ എന്ന് പറയുന്ന പോയിൻ്റ്, അവിടുന്ന് ഒരു റെസിസ്റ്റൻസ്, പിന്നെ ഒരു കണക്ഷൻ ഓഫ് രണ്ട് പാരലലിൻ്റെ കോമ്പിനേഷൻ. പിന്നെ ഈ അടുത്തത് എന്താണ്, ഇത് രണ്ടും തമ്മിൽ സീരീസ് തന്നെയാണ്. പക്ഷേ ഈ ഫിഗർ ആദ്യമായിട്ട് കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നുക, ഓ ആദ്യത്തെ രണ്ടെണ്ണത്തിന് പാരലലാണ് ഈ 3 ഓം എന്ന് തോന്നും. അപ്പം അങ്ങനെയല്ല, ഇത് മൂന്നും ഈ ഒന്ന്, ഈ രണ്ടെണ്ണത്തിൻ്റെ ഒരു സെറ്റ്, പിന്നെ ഈ ഒന്ന്, ഇത് മൂന്നും സീരീസാണ്. അപ്പോൾ ഓരോന്നെന്താ, ഇത് 4 ഓമാന്ന് കിട്ടി. ഇത് പാരലൽ കോമ്പിനേഷനിലുള്ളതാണ്. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 1/R ഈക്വൽ ടു 1/1 പ്ലസ് 1/2 ഈക്വൽ ടു 1 പ്ലസ് 1/2 1 പ്ലസ് 1/2 ഈക്വൽ ടു 3/2. അപ്പോൾ ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ത് കിട്ടി? 3/2ൻ്റെ ഇൻവേഴ്സ്, അതായത് 2/3. 2/3 ആണ് ഇവിടുത്തെ എഫക്റ്റീവ്. ഇവിടുത്തെ 4, ഇവിടുത്തെ 3. ഇത് മൂന്നും സീരീസ് ആയതുകൊണ്ട് എന്ത് കിട്ടി? 4 പ്ലസ് 3 7. അപ്പോൾ 7 2/3, അതാണ് ആൻസർ. 7 2/3. ഇവിടെ ഓപ്ഷനിൽ കൊടുത്തത് 7 0 4, അപ്പോൾ ഇത് 4 തെറ്റാണ്. ഇവിടുത്തെ ആൻസർ 7 2/3. അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ കറണ്ട് ത്രൂ ദ എക്സ് ഓം റെസിസ്റ്റൻസ് ഇൻ കറണ്ട് ഇൻ ദ സർക്യൂട്ട് ഈസ് 5 ആംപിയർ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഓക്കെ, അതായത് ഇവിടെ കുറച്ചെടുത്ത് ഇവിടെ ഒരു വോൾട്ടേജ് തന്നിട്ടുണ്ട്. ഇവിടുത്തെ റെസിസ്റ്റൻസ് 12, ഇവിടുത്തെ റെസിസ്റ്റൻസ് എക്സ്. ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിട്ടുള്ളത്? കറണ്ട് ത്രൂ ദ എക്സ് ഓം റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട് ഈസ് 5 ആംപിയർ. അപ്പോൾ ഇവിടുന്ന് ഒരു ഐ എന്ന് പറയുന്ന ഒരു കറണ്ട് എത്തി, ഇവിടെ എത്തി, 2 പീസായി സ്പ്ലിറ്റായി. ഒന്ന് എക്സിലേക്കും പോയി, ഒന്ന് 12ലേക്കും പോയി. ഈ എക്സിലേക്ക് പോയതാണ് 5, ഇവിടത്തേക്ക് പോയത് അതിൻ്റെ ബാക്കി. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം പാരലൽ കോമ്പിനേഷനിൽ ഈ 2 പോയിന്റിലെയും വോൾട്ടേജ്, അതായത് 135 വോൾട്ടേജ് ഈ 2 റെസിസ്റ്റൻസിനും സെയിം ആണ്. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ കാര്യത്തിൽ ഓംസിലോ വി ഈക്വൽ ടു IR. ഇവിടുത്തെ വോൾട്ടേജ് രണ്ടിനും സെയിം ആയതുകൊണ്ട് വി 135, ഐ 5, R ഈക്വൽ ടു V/I. ഇത് മാറ്റി എഴുതി കഴിഞ്ഞാൽ R ഈക്വൽ ടു V/I. വി ഈക്വൽ ടു 135 ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു 270/10 ഈക്വൽ ടു 27. നമ്മളോട് ചോദിക്കുന്നത് എക്സ് ഓമിലാണ്. അപ്പോൾ 27 ഓമാണ് ആൻസർ. ബേസിക്കലി ആദ്യം മനസ്സിലേക്ക് വരേണ്ടത് പാരലൽ ആണെങ്കിൽ അതിൻ്റെ 2 പോയിൻ്റ് സെയിം ആയിരിക്കും, അതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും. അത് ഇക്വേറ്റ് ചെയ്യുക, കണ്ടുപിടിക്കുക. ഇൻ ദി സർക്യൂട്ട് ദ വാല്യൂ ഓഫ് I2 ഈസ്. അപ്പോൾ ഇവിടെയാണ് നേരത്തെ പറഞ്ഞത്, നമുക്ക് വോൾട്ടേജ് തന്നിട്ടില്ല, കറണ്ടാണ് തന്നത്. നേരത്തെ നമ്മൾ ചെയ്തൊരു അബദ്ധം ഉണ്ട് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ. അതെന്താ വെച്ചാൽ ഈ ക്വസ്റ്റ്യനിൽ രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലായവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഇവിടെ ആംപിയറാണ് തന്നത്, വോൾട്ടേജ് തന്നിട്ടില്ല. അപ്പോൾ ഇവിടെയാണ് ഇനി ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഒന്നുകൂടെ നോക്കാം. ഇൻ ദിസ് സർക്യൂട്ട് ദ വാല്യൂ ഓഫ് I2 ഈസ്. I2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻ എന്താണ് ഈ സർക്യൂട്ട് നോക്കാം. ഇത് നമ്മളൊരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു പർട്ടിക്കുലർ വോൾട്ടേജിൽ 3 റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് ഒരു കറണ്ട് ഐ ഇങ്ങനെ വന്ന് ഇവിടെ എത്തും. അപ്പോൾ ആ ആംപിയർ എത്രയാണ്, കറണ്ട് എത്രയാണ് തന്നിട്ടുണ്ട്? 1.2 ആംപിയർ. ഈ പോയിന്റിൽ 1.2 ആംപിയർ എത്തി നിൽക്കുകയും അന്നേരം 3 ലൂപ്പ് ഇവിടെ ഓണായി. അപ്പോൾ എന്തായി? ഈ 3ലേക്കൂടിയും കറണ്ട് സ്പ്ലിറ്റ് ആയിട്ട് പാസ്സാവും. ഈ 1.2നെ I1 I2 I3 എന്നിട്ട് 3 സ്പ്ലിറ്റ് ചെയ്തു. ഇത് ഇതിലേക്കൂടെ പാസ് ചെയ്യും. എൻ്റെ പോയിന്റ് സെയിം ആണ്, ഇവിടുത്തെ വോൾട്ടേജ് സെയിം ആണ്. ക്വസ്റ്റ്യനിൽ ഈ ഒന്നിക്കിൽ 3 ചോദിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും 2 ചോദിക്കുക. ഇവിടെ ചോദിച്ചത് ഈ I2 മാത്രമാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതാണ് 2 ടൈപ്പിൽ ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് എന്ത് ചെയ്യുക? ഈ കമ്പൈൻഡ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഈ കോമ്പിനേഷൻ്റെ റെസിസ്റ്റൻസ് 1/R ഈക്വൽ ടു 1/10 പ്ലസ് 1/15 പ്ലസ് 1/30. അപ്പോൾ ഡിനോമിനേറ്റർ 30 ആയിക്കഴിഞ്ഞാൽ ടോട്ടൽ 30 പ്ലസ് 10ന് 3 പ്ലസ് 2
പ്ലസ് 1 3ഉം 2ഉം 5ഉം 1 6 6/30 എന്ന് പറഞ്ഞാൽ 1/5 അതായത് 3 പ്ലസ് 2 5 1 6 6/30 6/30 എന്ന് പറഞ്ഞാൽ 1/5. അപ്പോൾ എന്ത് കിട്ടി? എഫക്റ്റീവ് റെസിസ്റ്റൻസ് 1/5 എന്ന് കിട്ടി. അപ്പോൾ ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 5 ഓം എന്ന് കിട്ടി. ഇതൊരിക്കൽ എഴുതി നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടാവുന്നതേ ഉള്ളൂ. ആ സീരീസിൻ്റെയും പാരലലിൻ്റെയും 2 ഇക്വേഷനും ജസ്റ്റ് പഠിച്ചാൽ മതി. അപ്പോൾ ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 5 ഓം എന്ന് കിട്ടി. കറൻറ്റ് 1.2 ആണെന്ന് കിട്ടി. അപ്പോൾ അത് പ്രകാരം ഓംസ് ലോ പ്രകാരം വോൾട്ടേജ് V ഈക്വൽ ടു IR എന്ന് എഴുതുക. എന്നിട്ട് ഐക്ക് ഓരോന്നിൻ്റെയും വാല്യൂ കൊടുക്കുക. 1/2 അതായത് 12/10 ഇൻറ്റു 5 ഈക്വൽ ടു 6 വോൾട്ട് ആണ് ഇവിടുത്തെ വാല്യൂ. ഇവിടുത്തെ വോൾട്ട് 6. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് കണ്ടീഷൻ നോക്കാം. നമ്മളോട് ചോദിച്ചത് രണ്ടാമത്തതാണ്. അപ്പോൾ ഇവിടുത്തെ V 6 വോൾട്ട് എന്ന് കിട്ടി. ആ റെസിസ്റ്റൻസ് 15 ഓം, കറണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ രണ്ടാമത്തെ റെസിസ്റ്റൻസിൻ്റെ കേസിൽ ഓംസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ V ഈക്വൽ ടു IR. നമുക്ക് വേണ്ടത് I. അപ്പോൾ I ഈക്വൽ ടു V/R. പാരലൽ ആയതുകൊണ്ട് വോൾട്ടേജ് സെയിം. അത് നമുക്ക് കിട്ടി 6 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് 15. 6/15 ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യുക? 3നെ കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2/5. 4/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.4 ആംപിയർ. ഓപ്ഷൻ സി 0.4 ആംപിയർ. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കാണുമ്പോൾ കുറച്ച് വലുതാണെന്ന് തോന്നും. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന ആദ്യത്തെ എൻ്റെ ആൻസർ കിട്ടി. ഇനി ഇപ്പോൾ നമ്മൾ ചെയ്തത് എന്താണ്? ഇവിടുത്തെ റെസിസ്റ്റൻസ് തമ്മിൽ പാരലലി കണക്ട് ചെയ്തപ്പോൾ ഉണ്ടായ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് ആദ്യം കണ്ടുപിടിച്ചു. ആ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഉപയോഗിച്ചിട്ട് ഇവിടുത്തെ വോൾട്ടേജ് കണ്ടുപിടിച്ചു. അപ്പോൾ ഈ മൂന്നിലേക്കും പോകുന്ന ഒരേ വോൾട്ടേജ് കണ്ടുപിടിച്ച ശേഷം ഓരോന്നിലേക്കും ആ വോൾട്ടേജും റെസിസ്റ്റൻസും വെച്ചിട്ട് ഇൻഡിപെൻഡൻ്റായി I കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ ഇതാണ് ഒന്നാമത്തെ വഴി. ഇനി വേറെ വഴി പിന്നെ അതും കൂടി വേണമെന്നുള്ളവർക്ക് വേറൊരു മെത്തേഡ് ഉള്ളത്, പാരലൽ കണക്ഷൻ, വോൾട്ടേജ് സെയിം, ഓംസ് ലോ പ്രകാരം V ഈക്വൽ ടു IR. ഈ 3 റെസിസ്റ്റൻസിൻ്റെ കേസിലും എൻഡ് പോയിൻ്റ് സെയിം. അതുകൊണ്ട് എന്ത്? എൻഡ് പോയിൻ്റ് സെയിം ആകുമ്പോൾ ആ 2 പോയിന്റുകളിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് വോൾട്ടേജ്, അപ്പോൾ ഓരോ ലെയർ ഉള്ളിലേക്ക് ഇങ്ങനെ പോവുക. അന്നേരം നമുക്ക് കൺസെപ്റ്റ് വേഗം മനസ്സിലാവും. എന്തുകൊണ്ടാണ് അങ്ങനെ സെയിമാണെന്ന് പറയുന്നത്? അതിൻ്റെ കാരണം ഇതിൻ്റെ എല്ലാതിൻ്റെയും എൻഡ് പോയിൻ്റ് സെയിമാണ്. എൻഡ് പോയിൻ്റ് സെയിം ആയതുകൊണ്ട് എന്താണ്? എൻഡ് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് V എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു വാക്കായിട്ട് പഠിക്കാണ്ട് അതിൻ്റെയൊക്കെ കൺസെപ്റ്റ് എന്താണെന്ന് പഠിക്കുക. അപ്പോൾ വോൾട്ടേജ് സെയിം ആയി. അപ്പോൾ നമുക്കറിയാം ഇപ്പം ഇത് 100 ആണ്. അങ്ങനെ എക്സാമ്പിൾ വേണ്ട അല്ലേ, കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. വോൾട്ടേജ് സെയിം ആണ്. അപ്പോൾ കറൻറ്റ് കൂടുമ്പോൾ എന്ത് സംഭവിക്കണം? റെസിസ്റ്റൻസ് കുറയണം. വോൾട്ടേജ് കറണ്ട് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയണം. അതായത് അതിൻ്റെ അർത്ഥം കറൻറ്റിൻ്റെ റേഷ്യോൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ. അപ്പോൾ അതാണ് ബേസിക്കലി ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്. കറൻറ്റിൻ്റെ റേഷ്യോ അതിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ എഴുതാം. 10, 15, 30. 10:15:30. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. എപ്പോഴും ബേസിക് റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്യുക. 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 10ന് 2, 5ൽ 3, ഇപ്പുറത്ത് 6. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ നമുക്കിവിടെ കിട്ടി. ഇവിടെ പറഞ്ഞത് വോൾട്ടേജ് സെയിം ആയതുകൊണ്ട് റെസിസ്റ്റൻസിൻ്റെ റേഷ്യോൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും കറൻറ്റിൻ്റെ റേഷ്യോ. അപ്പോൾ കറൻറ്റിൻ്റെ റേഷ്യോ, അപ്പോൾ ഇതെന്തിനാണ് കണ്ടുപിടിക്കേണ്ടതെന്നില്ല, മനസ്സിലായിട്ടില്ലേ? കാരണം ഈ 1.2 ആംപിയർ ആണ് ഈ 3ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ 1.2 ആയി എടുത്തു കഴിഞ്ഞാൽ ആ 3ൻ്റെയും വാല്യൂ അപ്പാടെ തന്നെ കിട്ടി. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസിൻ്റെ ഇൻവേഴ്സ് ആണ് കറൻറ്റ്. 2ന് പകരം 1/2, 3ക്ക് പകരം 1/3, 6ന് പകരം 1/6. ഇതിനെ LCM വെച്ചിട്ട് റേഷ്യോനെ ബേസിക്കിലേക്ക് മാറ്റുക. ഇവിടുത്തെ കോമൺ LCM 6. അപ്പോൾ 6ലേക്ക് കോമൺ റേഷ്യോ മാറ്റുക.
ഒരു സ്റ്റെപ്പും കൂടെ കട്ട് ചെയ്ത് എഴുതുക. ഇനി അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു റേഷ്യോ ആയിട്ട് തന്നെ എഴുതുക. 3/6 1/2 മാറ്റി എഴുതി. 1/3 2/6 1/6 1/6 കോമൺ ടേമിനെ എലിമിനേറ്റ് ചെയ്യുക. 1/6 കട്ട് ചെയ്ത് കളയുന്നു. റേഷ്യോ 3:2:1. അപ്പോൾ ഇവിടെ എന്താണ് മനസ്സിലായത്? 3 2 1 ടോട്ടൽ എത്രയാ? 3 2 5 1 6. 6 ടോട്ടൽ വരുമ്പോൾ ആ 6നെ സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് 3 2 1. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? ടോട്ടൽ 1.2 ആണ്. ഇവിടെ ടോട്ടൽ 6 യൂണിറ്റ്. അതിൽ നമുക്ക് രണ്ടാമത്തെയാണ് വേണ്ടത്. 2 യൂണിറ്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് കിട്ടി? 6 1.2 ആംപിയർ എന്നുള്ളതാണ് 6 യൂണിറ്റ്. നമ്മളോട് ചോദിക്കുന്നത് 2 യൂണിറ്റ് എത്രയാണ്? അപ്പോൾ അതിൻ്റെ 1/3 1.2/3 12/13.4. ആൻസർ ഇങ്ങനെയും കണ്ടുപിടിക്കാം.